നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പയിൽ ഈ മാസം 20 സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സ്പോൺസർഷിപ്പ് പ്രഥമ ദൃഷ്ട്യാ അലോസരപ്പെടുത്തുന്നതെന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണം. കോടതി ഈ മാസം 9-ാം തീയതി ഈ കേസിൽ കൂടുതൽ വാദം കേൾക്കും. അതിനിടെ ഹിന്ദു ഐക്യവേദി, ശബരിമല കർമ്മസമിതി, വിശ്വ ഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി, അയ്യപ്പ സേവാ സമാജം തുടങ്ങിയ സംഘടനകൾ സെപ്റ്റംബർ 22-ന് പന്തളത്ത് യഥാർത്ഥ അയ്യപ്പ വിശ്വാസികളുടെ സംഗമം നടത്താൻ തീരുമാനിച്ചു. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു, പമ്പയിലേത് ആഗോള അയ്യപ്പ സംഗമമോ അതോ ആഗോള നിക്ഷേപക സംഗമമോ? സംവാദകൻ ശ്രീജിത്ത് പണിക്കർ, ശബരിമല കർമ്മസമിതിയുടെ സാരഥി SJR കുമാർ, BJP വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഇടത് സഹയാത്രികൻ M ജയചന്ദ്രൻ എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീജിത്ത് പണിക്കർ, ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടാണ് ഒരു ഭക്തൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ പറഞ്ഞ കാരണം രാഷ്ട്രീയ ഉദ്ദേശ്യമാണ് ഈ സംഗമത്തിന് പിറകിലെന്നതാണ്. ദേവസ്വത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ മുമ്പാകെ ബോധിപ്പിച്ചത് ദേവസ്വം ബോർഡിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്നും ഇതിനായി ഖജനാവിൽ നിന്നോ ബോർഡിൻ്റെ മറ്റ് റിസോഴ്സസിൽ നിന്നോ ചില്ലിക്കാശ് പോലും ഉപയോഗിക്കുന്നില്ല എന്നാണ്. സ്പോൺസർമാരെ കണ്ടെത്തി പണം സമാഹരിക്കും. ഇതിൽ വ്യക്തത വരുത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സർക്കാരിൻ്റെ റോൾ ക്രൗഡ് മാനേജ്മെൻറ്റ് മാത്രമാണെന്നാണ് ഗവൺമെൻറ് പ്ലീഡ് കോടതിയെ അറിയിച്ചത്. അങ്ങനെയെങ്കിൽ ദേവസ്വം മന്ത്രി എന്തിനാണ് ഇത്ര ആവേശം കാണിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കാം. എന്തായാലും കോടതിക്ക് ചില പൊരുത്തക്കേടുകൾ പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഹർജി അഡ്മിഷൻ സ്റ്റേജിലായതിനാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കോടതി കയറി ചൊറിഞ്ഞില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഈ കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളെ നോക്കിക്കാണുന്നു ശ്രീജിത്ത് പണിക്കർ. ഷേനിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരള സർക്കാർ നടത്തുന്ന ചില പരിപാടികളുണ്ട്. ആ പരിപാടികളുടെ ചെലവൊന്നും തന്നെ ഡയറക്റ്റ് നമ്മുടെ ഖജനാവിനെ ബാധിക്കുന്ന കാര്യമല്ല, മറിച്ച് അതൊക്കെ തന്നെ സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്തുന്നത് എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നവകേരള സദസ്സ്, നവകേരള യാത്ര തുടങ്ങിയ കുറേയധികം പരിപാടികൾ നടത്താറുണ്ട്. ഇതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന സമയത്താണ് സാധാരണയായിട്ട് സർക്കാർ ചെയ്യുന്നത്. ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ മന്ത്രിസഭയിലുള്ള ആൾക്കാർക്കെല്ലാം ഒന്ന് യാത്ര ചെയ്യണമെന്നും പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ വെച്ച് നേരിട്ട് ആൾക്കാരോട് സംവദിക്കണമെന്നും അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ച് അതിന് മതിയായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കണമെന്നുമുള്ള എന്തോ ഒരു ഉൾവിളി ആ ഒരു സമയത്ത് അവർക്കുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്ന സംവിധാനമാണ്. സാധാരണ പൗരപ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ തന്നെ ഫണ്ട് ചെയ്യുക, സ്പോൺസർഷിപ്പ് ഒക്കെ തന്നെ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് സർക്കാർ എല്ലായ്പ്പോഴും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അതിന് സ്റ്റേറ്റ് എക്സ്ചക്കറിന് യാതൊരു വിധത്തിലുള്ള ബാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ ഉദ്ദേശത്തിനെ പറ്റിയോ അതിലുള്ള എന്തെങ്കിലും വിനിയോഗത്തിനെ പറ്റിയോ ഒന്നും തന്നെ നമ്മൾ ആരും തന്നെ വറീഡ് ആകേണ്ടുന്ന കാര്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ സത്യത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാകേണ്ടത് ഈ രീതിയിലത്തെ ഒരു പണം ചെലവഴിക്കുന്ന രീതിയെക്കുറിച്ചാണ്. അപ്പൊ ഇപ്പോ ദേവസ്വം ബോർഡും കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം എന്താണ്? ഇതേപോലെ തന്നെ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബാധ്യതയുമില്ലാതെ സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു സംഗമം നടത്തുകയാണ്. അപ്പൊ ഇത് സംഗമം നടത്തുന്ന സമയത്തും നമ്മൾ നേരത്തെ ഈ നവകേരള യാത്രാ സദസ്സ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഒരു പ്രധാനപ്പെട്ട 2 ഇവന്റുകൾ വരുന്നുണ്ട്. ആ ഇവന്റുകൾ രണ്ടും പൊളിറ്റിക്കലാണ്. അതിലൊന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ്, അതിനുശേഷം വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി CPM-ന്റെ ആഭ്യന്തരമായിട്ടുണ്ടായിരുന്ന ഒരു വിലയിരുത്തലുണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അവരുടെ പല സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പൊതുവെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ വിശേഷ അതിൽ തന്നെ ഈഴവ വിഭാഗം ഇവരൊക്കെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള CPM-ന്റെ വോട്ട് ബാങ്കാണ്. പക്ഷെ അവരൊക്കെ തന്നെ BJP-യിലേക്കോ കോൺഗ്രസിലേക്കോ ഒക്കെ തന്നെ അവരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണ്ടെത്തൽ പാർട്ടിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുടെ വോട്ടിനെ എങ്ങനെ ഏകീകരിക്കാം എന്നുള്ളതിന് പല മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ടാകാം, അത് അന്വേഷിക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ ഭാഗമായിട്ട് ആത്മീയമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചല്ല, അല്ലെങ്കിൽ ദൈവസംബന്ധിയായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചല്ല, മറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് ന്യായമായും കരുതാം. കാരണം നമ്മൾ ഇതിന്റെ ആരെയൊക്കെയാണ് ഇവർ ക്ഷണിച്ചിരിക്കുന്നത്?
എന്ത് തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് അവരവിടെ പ്ലാൻ ചെയ്യുന്നത്? അതിനിപ്പോ ഈ ലോക കേരള സഭയിലെ അംഗങ്ങളെയും മറ്റുമൊക്കെ ഈ ആഗോളം എന്നതിന്റെ പേരിൽ ക്ഷണിക്കുന്ന സമയത്ത് അവരോടൊക്കെ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഈ ഒരു സമ്മേളനം വഴി ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ച് സർക്കാർ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് എന്താണ്? ശബരിമലയുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന, ലോകം മുഴുവൻ പ്രചാരത്തിലിരിക്കുന്ന കുറേയധികം കാര്യങ്ങളെ വീണ്ടും ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടി വലിയ പണച്ചെലവോടുകൂടി ഒരു സമ്മേളനം നടത്തുന്നു എന്നാണ്. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കേരള സംസ്ഥാനം രൂപീകൃതമായതിനേക്കാൾ, അല്ലെങ്കിൽ ഇടതുപക്ഷം രൂപീകൃതമായതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള എല്ലാവർക്കും അറിയാവുന്ന, പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കോമൺ പബ്ലിക് നോളജ് ആണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതിന്റെ ആത്മീയ വശമാണെങ്കിലും അതിന്റെ സാമൂഹ്യമായിട്ടുള്ള വശമാണെങ്കിലും. അപ്പൊ അതിനെ ഫർദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായമായിട്ടും ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ മറുപടി. അങ്ങനെയെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. 1 2 തെരഞ്ഞെടുപ്പുണ്ട്. ഹിന്ദു മതവിഭാഗത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് 2018 ശബരിമല വിധിക്ക് ശേഷം എന്തൊക്കെ നടപടികളാണോ CPM സ്വീകരിച്ചത്, അതിനെ തുടർന്ന് CPM-ൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിലയിരുത്തലുണ്ട്. അപ്പൊ ഇവിടെ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു നയം, ഒരു കളി എന്ന രീതിയിലത്തേക്ക് മാത്രമേ ഇതിനെ കാണാനായിട്ട് കഴിയുകയുള്ളൂ. കാരണം ഈ ദേവസ്വം ബോർഡിന്റെ 75ാമത് വാർഷികം എന്നൊക്കെ പറയുന്നത് ഇൻസിഡന്റലി സംഭവിച്ചിരിക്കുന്നതാണ്. ഈ 75 വർഷം ആയതിനു ശേഷം, അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ഒക്കെ ശബരിമല സന്ദേശം ആൾക്കാരിലേക്ക് എത്തിക്കാം എന്ന് ചിന്തിച്ചോ? അതോ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ ഒരു ശബരിമല വിശ്വാസത്തിന്റെ മാത്രം കസ്റ്റോഡിയനാണോ? മറ്റ് ഈ ഇപ്പൊ 75ാം വാർഷികം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവർക്ക് സമഗ്രമായിട്ട് പല ക്ഷേത്ര സമ്പ്രദായങ്ങളെ കുറിച്ച്, പല ആചാര വൈവിധ്യങ്ങളെ കുറിച്ച് ഒക്കെ തന്നെ ഇവർക്ക് ഇതേപോലെയുള്ള സെമിനാറുകളോ സംഗമങ്ങളോ ഒക്കെ തന്നെ നടത്താം. പക്ഷെ ഇതിന്റെ ഉദ്ദേശം അതാണെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കൃത്യമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പണ്ട് ആര് വോട്ടിന് വേണ്ടി ആദർശങ്ങളെ തള്ളി പറയില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട്, അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു ആക്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡിന് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലോ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലോ ഒക്കെ തന്നെ എത്രത്തോളം കൺട്രോളാണ് അതിന്റെ ചുമതലപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കുള്ളത് എന്ന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ശബരിമലയിലെ വിധിയെ തുടർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സംഘർഷവും അവിടെ പ്രശ്നബാധിതമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പത്മകുമാർ മുഖ്യമന്ത്രിയെയും മറ്റാൾക്കാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നത്, എന്ത് തരത്തിലുള്ള സമീപനമാണ് അവരോട് ഉണ്ടായിരുന്നത്, സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി ഇത്ര ഭാരിച്ച ചെലവുള്ള, അതും സ്പോൺസർഷിപ്പ് വഴിയൊക്കെ തന്നെ ഈ പണം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവിന് യാതൊരു വിധത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ഭരണതലമായിട്ടുള്ള അപ്രൂവൽ ഇല്ലാതെ അത് നടത്താനായിട്ട് എത്ര ഓട്ടോണമസ് ബോഡിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് താങ്കൾ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് വരാതെ ദേവസ്വം ബോർഡിനെ അവിടെ കൊണ്ടു നിർത്തി, മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് നടത്തുന്ന ഒരു കളി പോലെ മാത്രമേ ഉള്ളൂ. സത്യത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട്, ആചാര വിരുദ്ധരായി പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. ഇതിൽ ആരാണ് വർഗീയത കാർഡ് ഇറക്കിയത് എന്നതിനെ കുറിച്ചൊക്കെ കേരളം കണ്ടതാണ്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുക? CPM അവരുടെ പരമ്പരാഗതമായിട്ടുള്ള നറേറ്റീവിനെ തന്നെ മാറ്റിക്കൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലായ്പ്പോഴും ആചാരത്തിനെ സംരക്ഷിക്കുന്നവരാണ്, ഞങ്ങൾ അയ്യപ്പ ഭക്തരാണ്, ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്, വിശ്വാസികൾക്കെതിരല്ല, വർഗീയവാദികളായിട്ടുള്ള ചിലരാണ് ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് BJP ഉൾപ്പെടെയുള്ള RSS ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭക്തരായിട്ടുള്ള ആൾക്കാരെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ തുടർന്നും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സത്യത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്ന സമയത്ത് സർക്കാർ മറുപടി പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ശബരിമലയുടെ കസ്റ്റം, അവിടുത്തെ റിച്വൽസ്, അതിന്റെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെയാണ് അനുവർത്തിക്കേണ്ടത്, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് CPM-ന്റെ ഔദ്യോഗിക നിലപാട് എന്താണ്? അപ്പൊ നമ്മൾ ശബരിമല വിധി നടക്കുന്നതിന്, ആ വിധി വരുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഈ വ്യവഹാര നടപടികളുണ്ടല്ലോ, ആ നടപടികളുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ വക്കീൽ വഴി സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇടതുപക്ഷത്തിന്റെ നിലപാടാണ്, പ്രത്യേകിച്ച് CPM-ന്റെ നിലപാട്, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ്. അതായത് നമ്മുടെ ആർട്ടിക്കിൾ 17 ഭരണഘടനയുടെ 17ാം അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ അൺടച്ചബിലിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നാണ്. അപ്പൊ ശബരിമലയിൽ സ്ത്രീകളെ, ഒരു പ്രത്യേക പ്രായത്തിലുള്ള യുവതികളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് വഴി ശരിയായ അർത്ഥത്തിൽ അത് സ്ത്രീകളെ ഒഴിവാക്കുകയാണ് എന്നും, അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആചാരം അയിത്തമാണ്, അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഔദ്യോഗികമായിട്ട് രേഖാമൂലം വാദിച്ച ആൾക്കാരാണ് കേരള സർക്കാർ. അത് മറ്റൊരു സർക്കാരായിരുന്നില്ല, പിണറായി വിജയൻ സർക്കാർ തന്നെയായിരുന്നു. ഒപ്പം ആർട്ടിക്കിൾ 13 വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഏതൊരു ആചാരമാണെങ്കിലും ഒരു നിയമമാണെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായി മാറും. അപ്പൊ അന്ന് അവർ പറഞ്ഞിരുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളുമാണ് ശബരിമലയിൽ നടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങളെ ഒന്നും തന്നെ
ആർട്ടിക്കിൾ 13 അനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല, അതുകൊണ്ട് അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ആർട്ടിക്കിളുകൾ, രണ്ട് ഭരണഘടനാ വെച്ചുകൊണ്ട് ശബരിമലയിലുള്ള യുവതീ പ്രവേശ വിലക്ക് എന്ന് പറയുന്നത് സാമ്പ്രദായികമാണ് എന്നതിനെ ഉൾക്കൊള്ളാതെ അത് കേവലം വിവേചനമാണ് അവിടെ കാണിക്കുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്നും പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഔദ്യോഗികമായിട്ട് അവരുടെ നിലപാട് തിരുത്താനായിട്ട് തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം. രണ്ട്, ഈ ശബരിമലയിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അവിടെ വളരെ കൃത്യമായിട്ട് സാമ്പ്രദായികമായിട്ട് ആചാരങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രായത്തിലുള്ള യുവതികൾക്കുള്ള വിലക്ക് മാത്രമാണ്. അത് ആ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിന് മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ്, അഥവാ ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ്. എന്നാൽ സർക്കാർ എന്തായിരുന്നു അവിടെ വാദിച്ചത്? വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന, ഈ ആത്മീയതയിൽ തീരെ വിശ്വാസമില്ലാത്ത സർക്കാർ അവിടെ പോയി പറഞ്ഞത് ശബരിമലയിലുള്ള യുവതീ പ്രവേശ വിലക്ക് എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെയോ അയ്യപ്പ വിശ്വാസത്തിലെയോ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നാണ്. എന്ന് വെച്ചാൽ ആ ഒരു പ്രാക്ടീസ് എന്താണോ, അവിടെ ആൾക്കാർ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ മതവിരുദ്ധമാണ് എന്നും അങ്ങനെ ഒരു ആചാരം തന്നെ ഇവിടെ ഉണ്ടാകേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്നത് അയിത്തമാണ്, അവിടെ നടക്കുന്നത് തൊട്ടുകൂടായ്മയാണ്, അവിടുത്തേത് സ്ത്രീകളോടുള്ള വിവേചനമാണ് എന്ന് വാദിച്ച ആൾക്കാരാണ്. അവിടെയാണ് ഈ ലിംഗസമത്വം വരുന്നതും പിന്നീട് വനിതാ മതി പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്നതും. അപ്പൊ ഞാൻ പറയുന്നത്, പണത്തിനെ മാത്രം മുൻനിർത്തി സ്പോൺസർഷിപ്പ് കണ്ടെത്തി ഒരു TDB പോലെയുള്ള ഒരു ബോഡിക്കോ സർക്കാരിനോ ഇതിൽ യാതൊരു വിധത്തിലുള്ള ചെലവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള കസ്റ്റോഡിയൻ ക്ഷമയായിട്ടുള്ള സർക്കാരിന്റെ ഒരു കുൽസിത ശ്രമം എന്നതിനപ്പുറത്തേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സംഭവമാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ സർക്കാരുടെ ആത്മാർത്ഥമായി ചെയ്യേണ്ടത് അവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തിരുത്തലുകളാണ്. തിരുത്തലുകൾ വേണം, അല്ലെങ്കിൽ അത് ഏറ്റുപറയണം എന്ന് പറയുന്നതിന്റെ കാരണം, സപ്പോസ് ഇനി അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഇടതുപക്ഷം തന്നെയാണ് തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വരുന്നതെന്ന് കരുതിക്കൊള്ളൂ. അടുത്ത 5 വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സുപ്രീം കോടതി വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണല്ലോ ശബരിമല വിഷയം ഉൾപ്പെടെ. അതിൽ ഒരു എന്ത് തീരുമാനമാണ് നടക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു പ്രൊസീജിയർ അങ്ങോട്ട് കിക്ക് ഓഫ് ചെയ്തതിനു ശേഷം സംസ്ഥാന സർക്കാരിനോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്ന സമയത്ത് നിലവിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ടല്ലോ, ഇത് വിവേചനമാണെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് അവിടുത്തെ അനിവാര്യമായിട്ടുള്ള ആചാരമല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ അതിന് മുമ്പ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അതിൽ പ്രതികരിക്കുന്നില്ല, അതുപോലെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരിക്കുന്നില്ല. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ അവരുടെ നിലപാട് എന്താണ്? ഞാൻ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഞങ്ങളുടെ നേരത്തെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിനെ പിൻവലിച്ചുകൊണ്ട് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്നതിന് സമാനമായി വിശ്വാസം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം ചെയ്യും എന്നുള്ള ഒരു മിനിമം സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഉണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യത്തിനെ വിശ്വസിക്കാം എന്ന് പറയാം. പക്ഷെ അതൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ വിശ്വാസത്തിന് സ്ഥാനമില്ല, ആചാരത്തിന് സ്ഥാനമില്ല, അയ്യപ്പ വിശ്വാസത്തിന് സ്ഥാനമില്ല. കാരണം അവിടെ വരുന്ന ആൾക്കാരൊക്കെ കെട്ടും കെട്ടി ശബരിമല പോകുന്ന ആൾക്കാരാണോ? നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കും ആത്മാർത്ഥമായിട്ട് കെട്ടുമുറുക്കി ശബരിമല പോകാൻ കഴിയുന്ന ആൾക്കാർ? എനിക്ക് പെട്ടെന്ന് ആലോചിക്കാൻ കഴിയുന്ന അതിനകത്തിൽ ഒരുപക്ഷെ ശ്രീ KB ഗണേഷ് കുമാർ വിശ്വാസിയാണ്, അദ്ദേഹം പോകുമായിരിക്കും. വേറെ എത്ര പേര് പോകും? ഞാൻ പറഞ്ഞ അവരാണ് നമ്മളോട്, വിശ്വാസികൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരോട് ശബരിമലയുടെ പ്രാധാന്യമാണ് എന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങൾ നല്ലൊരു ഗുരുസ്വാമിയെ കണ്ടെത്തി കെട്ടുമുറുക്കി ആചാരപ്രകാരം പോയി മല ചവിട്ടി അവിടെ ചെന്നതിന് ശേഷം നിങ്ങളോട് കാണിച്ചു കൂട്ടിയിരിക്കുന്ന മര്യാദകളിന് മുഴുവൻ പറയുക. നമ്മൾ സാധാരണ ഇവിടെ കാണുന്ന ആൾക്കാരെ ആരൊക്കെയാണ്? അവിടെ ഏറ്റവും വലിയ തിരക്കുണ്ടാകുന്ന സമയത്ത്, മണ്ഡല മകരവിളക്ക് കാലത്ത് പോലും ഈ നട തുറക്കുന്ന സമയത്ത് പുട്ടുകുറ്റി വിഴുങ്ങിയതുപോലൊരു ദേവസ്വം മന്ത്രി അവിടെ വന്നിക്കും. അതല്ലേ നമ്മൾ സ്ഥിരം കാണുന്നത്. അവിടെ ആ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കാൻ വയ്യ, കൈകൂപ്പി തൊഴാനായിട്ട് വയ്യ, അവിടെ പ്രസാദം കൊടുക്കുന്ന സമയത്ത് സ്വീകരിക്കാൻ വയ്യ. ഇനി അഥവാ സ്വീകരിച്ചു കഴിഞ്ഞാൽ സാനിറ്റൈസർ വെച്ച് തുടയ്ക്കുന്നത്, അത് ഉടച്ച് അതിനെ ആക്ഷേപിക്കും. എന്നിട്ട് എല്ലാത്തിനെയും മുന്നിൽ എന്തോ അവിടെ പ്രോട്ടോകോൾ പ്രകാരം വന്ന് നിൽക്കണമെന്നുള്ള രീതിയിൽ കുന്തം വിഴിഞ്ഞതുപോലെ നടുക്ക് വന്ന് ഇങ്ങനെ വടി പോലെ നിൽക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് ആചാര വിരുദ്ധത. നിങ്ങൾ എന്തിനാ അവിടെ വന്ന് നിൽക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ അയ്യപ്പനെ കുറിച്ച് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ സമസ്ത അപരാധം പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നീട്ടി 2 ശരണം വിളിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇടതുപക്ഷത്തിനോടും CPM നേതാക്കളോടും പറയാനുള്ളത്. ഓക്കെ, എനിക്ക് ഏറ്റവും വളരെ വിചിത്രമായിട്ട് തോന്നിയത്, അതായത് തത്വമസി എന്താണെന്ന് ലോകത്തെ അറിയിക്കാൻ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നതെന്ന് കോടതി പറഞ്ഞ കാര്യമാണ്. മാത്രമല്ല കോടതി ഇന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകനും അതുപോലെ സർക്കാരിൻ്റെ അഭിഭാഷകനും ഈ സംഗമത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർ പരാജയപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു പരാമർശം കൂടി നടത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് ദേവസ്വം ബോർഡിൻ്റെ അഭിഭാഷകൻ അറിയില്ല, അതുപോലെ ഗവൺമെൻറ് പ്ലീഡർക്കും അറിയില്ല. ശ്രീ SCR കുമാർ,
ഞങ്ങൾ പൊതു ഖജനാവിൽ നിന്നൊരു നയാ പൈസ എടുക്കുന്നില്ല. മാത്രമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും എടുക്കുന്നില്ല. ഞങ്ങൾ സ്പോൺസേഴ്സിനെ കണ്ടെത്തിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ ഇത്? നോക്കൂ, എന്തായാലും സ്പോൺസേഴ്സിനെ കണ്ടെത്തിയാണ് ഇങ്ങനെയൊരു മഹാസംഗമം സംഘടിപ്പിക്കുന്നതെന്ന് അതിൻ്റെ സംഘാടകർ അറിയിച്ചിരിക്കുന്നു, കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ആ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികൾ ആരാണ്, അല്ലെങ്കിൽ ഈ സ്പോൺസർഷിപ്പായി ലഭിക്കുന്ന തുക എത്രത്തോളം ആണ്, അതിൻ്റെ വോളിയം എത്രയാണ് എന്നൊക്കെ കോടതിയെ ഇവർ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇപ്പോഴും കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്താണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സ്വഭാവം എന്ന്. കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് കോടതി തന്നെ ഇന്നത്തെ ഈ ഉത്തരവിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പൊതുജനത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ ദുരൂഹമായി എന്തൊക്കെയോ അവശേഷിക്കുന്നു എന്ന് തന്നെയല്ലേ ഈ സ്റ്റേജിൽ മനസ്സിലാക്കേണ്ടത്? ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദുരൂഹതയുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് തന്നെ നമുക്കറിയാം. അത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ക്ഷേത്രവിശ്വാസികളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ശബരിമലയുടെ വിഷയത്തിൽ നമ്മളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ഭരണകാലത്ത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം ഇത്തരത്തിൽ വരാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വക്കീലന്മാർ അവിടെ കൊടുത്തിരിക്കുന്നത് തികച്ചും തെറ്റായ വിവരങ്ങളാണ്. അവർക്കറിയില്ല എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ടും ഈ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തതിന് പിന്നിൽ ധാരാളം പേരുടെ തലച്ചോറ് പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സർക്കാരിൻ്റേതാണ്, ഇനി അതൊരു സംശയമില്ല. വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നമ്മൾക്കൊക്കെ ആ വിവരങ്ങളുണ്ട്. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് അത് വന്നിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ അന്വേഷണത്തിൽ ധാരാളം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നാളുകളായിട്ട് ഇവർ പ്ലാൻ ചെയ്ത് പദ്ധതിയിട്ട് സർക്കാരിൻ്റെ മെഷീനറി ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യണം, ഏത് തരത്തിൽ ചെയ്യണം, ആരെ കൊണ്ടുവരണം, എങ്ങനെ ചെയ്യണം, ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എങ്ങനെ തരണം ചെയ്യണം എന്ന് വരെ ചിന്തിച്ചുറപ്പിച്ച് അതിനുവേണ്ടി നടത്തിയ ഒരു വൻ പരിപാടിയാണിത്. പക്ഷേ അത് പൊളിഞ്ഞു പോകുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈനംദിനമായിട്ട് പല കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ അവരെടുത്ത തീരുമാനം അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇത് നടത്തിയെന്നുള്ള യഥാർത്ഥ ചിത്രം മുന്നിലേക്ക് കൊണ്ടുവന്നാൽ സംഗതി ആ കുഴപ്പമാവുമെന്ന് അവർക്കറിയാം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുന്നിലേക്ക് അക്കാര്യങ്ങൾ പറയാനേ സാധിക്കില്ല. അതുകൊണ്ട് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് അവരിതെല്ലാം മറച്ചു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ കോടതി ഉന്നയിച്ച ചോദ്യത്തിന് മുമ്പിൽ അവർക്ക് വ്യക്തതയില്ലെങ്കിൽ നമ്മുടെ മുന്നിൽ അപ്പോൾ വരുന്ന ചോദ്യം എന്താണ്? പിന്നെ എന്തുദ്ദേശത്തിലാണ് ഇവർ നടത്തുന്നത്? ഈ പദ്ധതിയുടെ പിന്നിൽ എന്താശയമാണ്, എന്തിനു വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പരിപാടി നടത്തുന്നത്? അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ, ഈ സാമ്പത്തിക ഇടപാടിൻ്റെ കാര്യത്തിൽ ആർക്ക് വേണ്ടിയാണ് ഈ സ്പോൺസർഷിപ്പ്? നമ്മുടെ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ, എൻ്റെ അറിവിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഒരു കാലത്തും എങ്ങും അങ്ങനെ സ്പോൺസർഷിപ്പിൽ പ്രവർത്തിച്ചിട്ടില്ല. ഒരിക്കലും ഞാൻ കേട്ടുകേൾവിയില്ലാത്ത ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ സ്പോൺസർമാരെ കണ്ടെടുത്തുക. ഞാൻ ഒരു കാര്യം ഇവരോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഹൈന്ദവ ക്ഷേത്രം നിങ്ങൾക്ക് നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരിക. ഹിന്ദുക്കൾ ഇവിടെ ജീവിച്ചിരിക്കുന്ന കാലം നമ്മുടെ ക്ഷേത്രങ്ങൾ എങ്ങനെ കൊണ്ടു നടക്കണമെന്നും അവിടുത്തെ ആരാധനയും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ശക്തിയായിട്ടും വേണ്ട തരത്തിൽ, അതായത് നമ്മുടെ ക്ഷേത്ര ആചാരപ്രകാരം വേണ്ട തരത്തിൽ നടത്താനായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്കറിയാം. ഇന്നും കോടാനുകോടിയിൽ ഹിന്ദുക്കൾ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ നിങ്ങൾക്ക് ഈ പണി പറ്റില്ലെങ്കിൽ നിങ്ങളത് വെച്ച് കൈയൊഴിഞ്ഞു പോകൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കിത് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങനെ ആഗോളതലത്തിൽ എവിടുന്നൊക്കെയോ ആളുകളുടെ, ഇത് ആരുടെയൊക്കെ സമ്പത്ത് വരുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് ഏതൊക്കെ ആളുകളായിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുന്നത്? ഇനി അതൊന്നുമല്ല, ഇനി ആരുമായിക്കോട്ടെ, ആ പണത്തിൻ്റെ ഉറവിടം എന്തുമായിക്കോട്ടെ, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് അവരുടെ ക്ഷേത്രം വേണ്ട തരത്തിൽ പരിരക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് അറിയാം. അതിനുള്ള സാമ്പത്തിക സമാഹരണം നടത്താൻ അറിയാം. നമ്മുടെ എല്ലാം സംഘടനകൾക്ക് ധാരാളം ക്ഷേത്രങ്ങളുണ്ട്. നമ്മൾ അവിടെ ഒന്നും ഒരു സ്പോൺസർഷിപ്പിലല്ല ഒരു കാര്യം നടത്തുന്നത്. ഭക്തജനങ്ങളുടെ ചെറിയ തൊട്ടുകൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെ മതി നമുക്ക് ക്ഷേത്രം. അല്ലാതെ ക്ഷേത്രങ്ങൾ ഈ ഗ്ലോബൽ പിൽഗ്രിമേജ് സെൻ്ററാക്കി ഇവർക്ക് ടൂറിസ്റ്റുകളെ കൊണ്ടുവന്ന് ആഘോഷിക്കാനുള്ള ഇടമാക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രങ്ങൾ നടത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല ആണ് ഇതിൻ്റെ ഉത്തരത്തിൽ വരുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കൈവച്ചൊഴിയുക, ഇവിടുത്തെ ഹിന്ദു സമാജത്തിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. വിചിത്രമായ വാദങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതായത് അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ഈ ഒരു അയ്യപ്പ സംഗമത്തിന് വേണ്ടി സാമ്പത്തിക സഹായം നൽകാനായിട്ട് സർക്കാരിന് ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനലി അത് ഇല്ലീഗലാണ്.
അതുപോലെ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ കാര്യത്തിലും. ഒരു കാരണവശാലും ഭക്തജനങ്ങളുടെ സ്വരൂപിച്ച് അവരുടെ കണ്ണീരോടുകൂടി പല കാര്യങ്ങൾക്കും വേണ്ടി ദേവന് സമർപ്പിക്കുന്ന ആ പണം, അത് വളരെ ദിവ്യമായ പണമാണത്. ആ പണം ദുരുപയോഗം ചെയ്യാനായിട്ട് യാതൊരു കാരണവശാലും ദേവസ്വം ബോർഡിനല്ല ഒരു ക്ഷേത്രാധികാരികൾക്കും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും ഇല്ലീഗൽ ആയതുകൊണ്ട് അവർക്ക് കോടതിയുടെ മുന്നിൽ ഉത്തരം മുട്ടി. അപ്പോഴാണ് പറയുന്നത് സ്പോൺസർഷിപ്പ്. ഈ സ്പോൺസർഷിപ്പ് എന്താണെന്ന് നമുക്കറിയാം. കാരണം അവരുടെ ഇതുവരെയുള്ള രേഖകളൊക്കെ പരിശോധിക്കുന്നതൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ആസൂത്രണം സർക്കാരാണ്. സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് തൊഴിൽ വകുപ്പിന് തന്നെ ചില ചുമതല കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ മറ്റ് പല സംവിധാനം നമ്മളറിയാം. കാരണം നമ്മുടെ സ്വാഗത സംഘം പമ്പ നടന്നപ്പോൾ അതിൻ്റെ ക്ഷണക്കത്തം ആരെയൊക്കെയാണ് അവർ വിളിച്ചിരിക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. അവിടെ ആരൊക്കെ എത്തിയിരുന്ന് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തികച്ചും സർക്കാർ സംവിധാനം വഴിയാണ് ഇത് ചെയ്യുന്നത്. കാരണം ഈ സ്പോൺസർഷിപ്പ് പുറകെ വരും എന്നവർ കാണുന്നുണ്ടാവാം. കാരണം അതുകൊണ്ട് ഉദ്ദേശം തന്നെയാണ്. എന്തായാലും ഈ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് അതാണ് മറ്റൊരു വിഷയം. അതായത് സർക്കാർ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കോടതിയുടെ മുന്നിലേക്ക് ഇതിൻ്റെ യഥാർത്ഥ രേഖ വരും എന്നുള്ള സംശയമില്ല. കാരണം സർക്കാർ അത് സമർപ്പിച്ചാൽ മതിയാവും, ദേവസ്വം ബോർഡും സമർപ്പിച്ചാൽ മതിയാവും. ആ സമയത്ത് ഇതെല്ലാം പുറത്തേക്ക് വരും. പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത്, ഈ സർക്കാർ പണം ഉപയോഗിച്ചാൽ അത് തീർച്ചയായിട്ടും നിയമലംഘനമാണ്. ദേവസ്വം ബോർഡ് പണം ഉപയോഗിച്ചാൽ നിയമലംഘനമാണ്. കൂടാതെ കഴിഞ്ഞ ആഴ്ച മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്, നമ്മളൊക്കെ ശ്രദ്ധിച്ചതാണ്. അതായത് ഇതേ വിഷയമാണ്. ക്ഷേത്രത്തിൻ്റെ പണം മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ച കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. യാതൊരു കാരണവശാലും ക്ഷേത്രത്തിൽ ലഭിക്കുന്ന ഏത് തരത്തിൽ ലഭിക്കുന്ന പണമായാലും ശരി, അത് ക്ഷേത്രത്തിനോ അതിൻ്റെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾക്കോ ആരാധന വിഷയങ്ങൾക്കോ അല്ലാതെ മറ്റൊരു കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പാടില്ല. അത് കൃത്യമായൊരു വിധി കൂടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദേവസ്വം ബോർഡിന് പോലും അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് തെറ്റിദ്ധരിപ്പിക്കലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യാതൊരു കാരണവശാലും നടത്താൻ സാധ്യമല്ല. മറ്റൊരു വിഷയം, ഈ ഇവരെ ഏൽപ്പിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ കവനൻ്റ് പ്രകാരമാണല്ലോ ഈ ദേവസ്വം ബോർഡിൻ്റെ സൃഷ്ടിയും അതിനുശേഷം ഈ ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരമൊക്കെയാണ് ഇവർക്ക് അതിനുള്ള അധികാരം ലഭിച്ചതെങ്കിൽ അതിനകത്തൊക്കെ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങളും അതുപോലെ തന്നെ ക്ഷേത്ര വിശ്വാസികളുടെയും വിഷയങ്ങൾ വേണ്ട തരത്തിൽ പരിരക്ഷിക്കുക എന്നുള്ളതാണ്. ഈ ക്ഷേത്രങ്ങളുടെയും ഭക്തജനങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുക വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അതാണ് അവരുടെ ദൗത്യം. അതല്ലാതെ ഈ ഭരിക്കുന്ന സർക്കാർ പറയാനോ അല്ലെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് കേട്ട് ചെയ്യാനല്ല. ഭക്തജനങ്ങളുടെയും ക്ഷേത്രത്തിൻ്റെയും ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യമാണ് കൃത്യമായിട്ട് അവരുടേതെങ്കിൽ അവരത് മറന്നിട്ട് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ധാരാളം പ്രശ്നങ്ങളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതിൽ പ്രധാനമായിട്ട് ഇന്ന് കോടതിയിൽ തന്നെ നമ്മൾ കണ്ടത് മറ്റൊരു വിഷയമാണ്. പമ്പ എന്ന് പറയുന്നത് വളരെ സാങ്ക്ടിറ്റിയോടെ കാണേണ്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്ര സമ്മേളനം നടത്തേണ്ടത്. കോടതി ചോദിച്ച മറ്റൊരു ചോദ്യം നമ്മൾ കേട്ടു. നിങ്ങൾക്ക് വേറൊരു ക്ഷേത്രം കിട്ടിയില്ലേ, നിങ്ങളുടെ ഡയമണ്ട് ജൂബിലി ആഘോഷിച്ചോളൂ, അതെവിടെയെങ്കിലും ആയിപ്പോരെ. ഈ ശബരിമല, അതും പമ്പ, അവിടെ തന്നെ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അതുകൊണ്ട് കോടതിയുടെ പരാമർശങ്ങൾ വളരെ സുവ്യക്തമാണ്. അതിൽ പല കാര്യങ്ങളും മറച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് അവർ കുറച്ചൊക്കെ രക്ഷപ്പെട്ടത്. പിന്നെ കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഫയൽ സ്വീകരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കൂടുതൽ വിശദമായിട്ടുള്ള വാദപ്രതിവാദങ്ങളൊക്കെ പുറകെ ഉണ്ടാവും. ആ സമയത്ത് തീർച്ചയായിട്ടും വളരെ ശക്തമായ രീതിയിൽ കോടതിയുടെ ഒരു ഉത്തരവ് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശ്രീ ജയേന്ദ്രൻ, ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ സംഘാടനത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു, ആശയക്കുഴപ്പം തുടരുന്നു, അനിശ്ചിതത്വം തുടരുന്നു. കോടതിയെ പോലും ബോധ്യപ്പെടുത്താൻ സാധിച്ചില്ല എന്തിനാണ് ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത്, അതിൻ്റെ സ്വഭാവം എന്താണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് ആ ഉത്തരവിൽ നിന്ന് വ്യക്തമാണ്. അതുകൊണ്ടെന്താ പ്രശ്നം? കോടതി സാധാരണഗതിയിൽ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം നടത്തുമ്പോൾ അത് ഉത്തരവൊന്നുമല്ലല്ലോ അനിൽ നമ്പ്യാർ. പിന്നെ ജഡ്ജ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയെന്ന് ഞാൻ താങ്കൾക്ക് അയച്ചു അല്ല, വിശദമായ വാദം കേൾക്കാൻ മാറ്റിയിരിക്കുകയാണല്ലോ. ഹൈക്കോടതിയുടെ ഓർഡർ ആയിട്ടല്ലേ വന്നിരിക്കുന്നത്. അതെ, വിശദമായ വാദം കേൾക്കാനാണല്ലോ. അതെ, അദ്ദേഹം ഇങ്ങനെ പ്രസ്താവിച്ചു, ശരിയാണ്. അത് വിശദമായ ഇന്ന് ഫയൽ സ്വീകരിച്ചു, വിശദമായ വാദത്തിന് മാറ്റിവെച്ചു. വിശദമായ വാദപ്രതിവാദങ്ങൾ നടക്കാൻ ഇനി ഇരിക്കുന്നതല്ലേ ഉള്ളൂ. വരും, ഇരുഭാഗത്തിൻ്റെയും വാദഗതികൾ വരുമല്ലോ. അത് വരട്ടെന്നേ, അത് സ്വാഭാവികമല്ലേ. ഏത് കേസിലും അത്തരം പിന്നെ രണ്ട് നിലപാടുകൾ വരുമ്പോഴാണല്ലോ കോടതിയിലെ ജഡ്ജ്മെൻറ്റിലേക്ക് വരുന്നത്. അത് വന്നോട്ടോ, അതിനെന്താ കുഴപ്പം? അതിൻ്റെ അകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. സർക്കാരിന് എന്താണ് ഇക്കാര്യത്തിൽ ഉള്ള നിലപാടെന്നുള്ളത് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ദുരൂഹമായി ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദുരൂഹമായി ഇങ്ങനെ നിലനിർത്തുന്നത്? എന്തിനാണ്? ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് കേസ് വാദത്തിനെടുത്ത സമയത്ത് തന്നെ ഇതാണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്, ഇങ്ങനെയൊരു അയ്യപ്പ സേവാ സംഗമം, അയ്യപ്പ
വിശ്വാസികളുടെ സംഗമം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതിലൊരു ക്ലാരിറ്റി വരുത്തി അവിടെ തീർന്നല്ലോ. അതെന്തിനാ 9-ാം തീയതി വരെ നീട്ടിക്കൊണ്ടുപോകേണ്ട കാര്യം എന്താണ്? അപ്പം നിങ്ങൾ എന്തൊക്കെയോ ഒളിക്കുന്നു. ദേവസ്വം ബോർഡിന് ഒളിക്കാൻ എന്തൊക്കെയോ ഉണ്ട്, സർക്കാരിന് ഒളിക്കാൻ എന്തൊക്കെയോ ഉണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്ല, അങ്ങനെ മനസ്സിലാക്കുന്നതിലാണ് അപാകതയുള്ളത്. പ്രാക്ടീസിംഗ് ലോയറായ ഉല്ലാസ് ബാബു അത് വിശദീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു കേസ് കൊടുത്താൽ ഉടനെ അതിൻ്റെ മൊത്തം പിന്നെ പേപ്പേഴ്സും കോടതിയിൽ ഹാജരാക്കി അപ്പം തന്നെ വാദവും പ്രതിവാദവും നടത്തി അന്ന് തന്നെ തീരുമാനിക്കുന്ന പതിവൊന്നും ഇന്ത്യയിൽ ഒരു കോടതിയിലുമില്ല. ഈ കോടതിയിൽ മാത്രമല്ല. അങ്ങനെയല്ല, നടപടിക്രമങ്ങൾ അങ്ങനെയല്ലല്ലോ. അത് ഞാൻ താങ്കൾ സംസാരിക്കുമ്പോൾ ഇടപെട്ട് സംസാരിക്കില്ല. ഒരൊറ്റ മിനിറ്റ് കൂടി. ഇപ്പം നോക്കൂ, ഇങ്ങനെ ഒരു വിഷയം അത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കോടതിയിൽ ഒരു ഹർജി വരുന്നത്. കോടതിയിൽ അങ്ങനെ ഒരു ഹർജി വരുന്ന സമയത്ത് ദേവസ്വം ബോർഡും സർക്കാരും എന്താ ചെയ്യേണ്ടത്? അവരതിൽ ക്ലാരിറ്റി വരുത്തണം. ഞങ്ങളിതാ ഇന്നേ കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് വ്യക്തതയോടെ കോടതിയിൽ അവതരിപ്പിച്ച് അവിടെ തീരുമല്ലോ പ്രശ്നം. താങ്കൾ പറയുന്നത് ഇപ്പോൾ ആദ്യ ദിവസം തന്നെ പരിഗണിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ തീർന്നില്ലേ? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുമ്പോൾ ഓൾ ഓഫ് എ സഡൻ പിന്നെ ഉടന്തടി പരിഹാരം എന്നുള്ള നിലയിലല്ല ഒരു കോടതിയിലും കേസുകൾ പിന്നെ ഫയലിൽ സ്വീകരിക്കുകയും പിന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ നടത്തുകയും തീർപ്പാക്കുകയും ചെയ്യുന്നത്. അത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിലില്ലാത്തതാണ് ശ്രീ അനിൽ നമ്പ്യാർ. ഞാനതാണ് പറഞ്ഞത്. ഓൾ ഓഫ് എ സഡൻ ആയിട്ടൊരു ശ്രീ ജയേന്ദ്രൻ, താങ്കൾ ഇന്നലെ ഈ ഫ്ലോറിൽ ഇരുന്ന് താങ്കൾ പറഞ്ഞത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല നടത്തുന്നത്, ഇത് പമ്പയിലാണ് നടത്തുന്നത്, അങ്ങനെയാണ് താങ്കൾ പറഞ്ഞത്. അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമം. പക്ഷേ ഇന്ന് കോടതി കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. പമ്പ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന പമ്പയ്ക്ക് വിശുദ്ധിയുണ്ട്. അപ്പോൾ പമ്പാതീരത്ത് ഇങ്ങനെയൊരു സംഗമം നടത്തുമ്പോൾ കൃത്യമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതിൻ്റെ ആ റെഗുലേഷൻസ് എന്തൊക്കെയാണ് ആ ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്, ആ വ്യവസ്ഥകൾക്ക് അനുസൃതമായിട്ട് മാത്രമേ അത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം കോടതി അതുപോലെ നിരീക്ഷിക്കുന്നുണ്ട്. താങ്കൾ ഇന്നലെ പറഞ്ഞത് പമ്പയിൽ വെച്ചല്ലേ നടത്തുന്നത്, ഇത് ശബരിമലയിൽ വെച്ചല്ലല്ലോ നടത്തുന്നത് എന്ന് പറഞ്ഞതിന് പോലും ഒരു നിരീക്ഷണം, ഒരു മറുപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അത് താങ്കൾ ശ്രദ്ധിച്ചു കാണും. അല്ല, ഞാൻ പറഞ്ഞതിന് അങ്ങനെ താങ്കൾ പിന്നെ പറയേണ്ടതില്ല എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് ശ്രീ അനിൽ നമ്പ്യാർ പറയാനുള്ളത്. ഇത് ശബരിമലയിലല്ലല്ലോ നടത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു സമാശ്വാസ നിലയിലുള്ള അഭിപ്രായമല്ല, നിലപാടല്ല ഞാൻ പറഞ്ഞത്. ശബരിമല അല്ല നടത്തുന്നത് എന്ന് തന്നെയാണ് ഞാൻ നിലപാട് പറഞ്ഞത്. ശബരിമലയിലല്ല നടത്തുന്നത്, ശബരിമല അല്ലല്ലോ എന്നല്ല ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചത്. അത് പമ്പാ മണപ്പുറത്താണ് നടത്തുന്നത്. അത് ഇന്നലെയും പറഞ്ഞു, ഇന്നും അത് തന്നെ പറയുന്നു. അത് സാംസ്കാരിക സംഗമമാണെന്നാണ് സർക്കാർ ദേവസ്വം വകുപ്പ് വ്യക്തമാക്കുന്നത്. സാംസ്കാരിക സംഗമമാണ് നടക്കുന്നത്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവർ പത്രക്കുറിപ്പിൽ വിശദമാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ മുമ്പിലുമുണ്ട്. കോടതിയുടെ മുമ്പിലേക്ക് ചെല്ലേണ്ട കാര്യങ്ങൾ കോടതിയുടെ മുമ്പിലേക്ക് ചെല്ലുക തന്നെ ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞോട്ടെ കഴിഞ്ഞ മാസം പിന്നെ 27-ാം തീയതിയാണ് ഞാൻ ഓർക്കുന്നത്. അങ്ങനെയാണ് ശ്രീ SJR കുമാറുമായിട്ട് ഞാൻ ജനറൽ ഡിബേറ്റിലുണ്ടായിരുന്നു. ഇതേ വിഷയമായിരുന്നു അന്നും ചർച്ച. അന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും പിന്നെ ഈ ശബരിമല ആഗോള സംഗമം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്നുള്ളത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, എന്തിനാണ് അങ്ങനെയൊക്കെ പറയുന്നത്? താങ്കളെപ്പോലുള്ള ഒരാൾ, ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നേതാവല്ലേ അദ്ദേഹം, അങ്ങനെയൊക്കെ എന്തിനാണ് പറയുന്നത്? ഞങ്ങൾ നടത്താൻ അനുവദിക്കില്ല. അതേസമയം എത്ര മനോഹരമായിട്ട് ഇന്ന് വിശ്വഹിന്ദു അടക്കം നിലപാട് വ്യക്തമാക്കി. 22-ാം തീയതി പന്തളത്ത് വെച്ച് ഏതാണ്ട് ബദൽ എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ വിശ്വാസ സംഗമം നടത്തുന്നു. മനോഹരമായ ഒരു കാഴ്ചപ്പാടാണത്. അതിനോട് ഒരു വിയോജിപ്പില്ല, യോജിക്കുകയും ചെയ്യുന്നു കേട്ടോ. അതാണ് ശരി, ട്രൂ സ്പിരിറ്റ് എന്ന് പറയുന്നത് അതാണ്. ഗവൺമെൻറ് ഇങ്ങനെ നടത്തുന്നു, ഞങ്ങൾക്ക് അവരെ വിമർശനമുണ്ട്, വിശ്വാസമില്ലായ്മയുണ്ട്, ഇതാ ഞങ്ങൾ നടത്തുന്നു വേറെ വിശ്വാസ സംഗമം എന്ന് പറയുന്നതിൽ എന്താ കുഴപ്പം?
അതാണ് താങ്കൾ ഇന്ന് താങ്കൾ അതിൻ്റെ ഭാഗമായി വന്നിരിക്കുമ്പോൾ എനിക്കത് കുറച്ചുകൂടെ താങ്കളുടെ ആ വ്യക്തിത്വത്തിൻ്റെ മാന്യത കൂടിയിട്ടേ ഉള്ളൂ എന്ന് തന്നെ ഞാൻ പറയും. അതൊരു കാര്യം. പിന്നെ മറ്റൊരു പ്രശ്നമുള്ളത്, താങ്കളുടെ പിന്നെ SJR കുമാർ തന്നെ ഇപ്പം പറഞ്ഞ ഒരു കാര്യം ഞാൻ കേട്ടത്, എവിടെയും സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്ന ഒരു പരിപാടി ഒരമ്പലങ്ങളിലും ഇല്ല എന്നതാണ് താങ്കൾ പറഞ്ഞത്. അത് പിന്നെ പൂർണ്ണമായും തെറ്റാണ് സർ. എന്താണെന്നറിയാമോ, ഏതാനും വർഷങ്ങൾക്ക് ഞാൻ ഏറ്റവും റീസെൻ്റായിട്ടൊരു കാര്യം പറയാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് പിന്നെ സ്വർണം പൂശിയത് ശബരിമല വിജയമല്യാണ് ചെയ്തത്. സ്പോൺസർഷിപ്പായിരുന്നു സംഭവം. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ഇനി ഒരു ചരിത്രം പറഞ്ഞാൽ പിന്നെ പ്രാക്കുളം ഭാസിയുടെ നേതൃത്വത്തിലുള്ള 67 എനിക്ക് തോന്നുന്നു ഏപ്രിൽ 24 25 അദ്ദേഹം അധികാരത്തിൽ വന്നത്. ആ സമയത്ത് അധികാരത്തിൽ വന്ന പ്രാക്കുളം ഭാസിയുണ്ട്, പിന്നെ N മാധവൻ നായരുണ്ട്, PK ചന്ദ്രാനന്ദനുണ്ട്, 3 പേരുടെ ബോർഡ്. ആ ബോർഡാണ് 71 പിന്നെ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുന്നത്. അന്നത്തെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദേവസ്വം ബോർഡല്ല. വളരെ പരിതാപകരമായ അവസ്ഥയിലുള്ള പണമേതുമില്ലാത്ത, ശമ്പളം കൊടുക്കാൻ മാർഗമില്ലാതെ വലയുന്ന ദേവസ്വം ബോർഡായിരുന്നു അന്നത്തെ ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ പക്ഷേ ഇവർ 3 പേരും അത്യന്തം ആത്മാർത്ഥതയുള്ള പൊതുപ്രവർത്തകരായിരുന്നു, എല്ലാവരും അംഗീകരിക്കുന്നു ഒക്കെയുണ്ട്. അവ 71 ഓർക്കണം, ഭരിക്കുന്നത് അച്യുതമേനോൻ മുഖ്യമന്ത്രി, കരുണാകരൻ ആഭ്യന്തരം, ആ തരത്തിലുള്ള സംഗതിയാണ്. RSP നേതാവാണ് പ്രാക്കുളം ഭാസി, ചന്ദ്രാനന്ദൻ CPM-ൻ്റെ ആളും, മാധവൻ നായർ കോൺഗ്രസ്സുകാരനായിരുന്നെങ്കിലും ആ ബോർഡിൽ അന്ന് വന്നത് മഹാരാജാവിൻ്റെ പ്രതിനിധിയായിട്ടാണ്, അവസാനത്തെ മഹാരാജാവിൻ്റെ പ്രതിനിധിയാണ്. കാരണം 72 ഇന്ദിരാഗാന്ധി പ്രീവിപ്പേഴ്സ് നിർത്തലാക്കിയല്ലോ, അതോടുകൂടി രാജാധികാരമില്ലാതായി, പ്രതിനിധിയുമില്ലാതായി. അപ്പോൾ അങ്ങനെ വന്ന അവസാനത്തെ ആളും കൂടിയാണ് മാധവൻ നായർ. അങ്ങനെ അവർ വന്നു, അവർ ഇതിൻ്റെ ഫണ്ട് റൈസിങ്ങിന് നമുക്കെന്തെങ്കിലും ചെയ്യണം, കാതലായി ചെയ്യണം എന്ന് പറഞ്ഞ് പല പ്രമുഖ വ്യക്തിത്വങ്ങളോട് ബന്ധപ്പെട്ട് ഇടപെട്ട അവസാനം നമ്മുടെ ആതുരാജ സ്വാമികൾ കുറിച്ചിയിലുണ്ടായിരുന്ന അദ്ദേഹം ദിവംഗതനായ ആളാണ്, അറിയാം, എല്ലാവർക്കും അറിയാം. അതുപോലെ ശ്രീ MKK നായർ IAS, MKK നായരുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി തന്നെ ഉണ്ടാവുന്നത്. ആ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവർ ഞാൻ ഇന്നലെ തെറ്റായി പറഞ്ഞു, ഇന്നലെ തന്നെ സമ്മതിച്ചൊരു കാര്യമുണ്ടല്ലോ, ഈ തങ്കയങ്കിയും തിരുവാഭരണ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഘോഷയാത്രയുടെ കാര്യം. അങ്ങനെയല്ല, അയ്യപ്പ ജ്യോതി പ്രയാണം എന്ന് പറഞ്ഞൊരു സംഗതി പിന്നെ 3000 കിലോമീറ്ററോളം കേരളത്തിൻ്റെയും തമിഴ്നാട്ടിൻ്റെയും മുക്കിലും മൂലയിലും നടത്തിയ ഒരു വലിയ യജ്ഞമുണ്ട്. വലിയ യജ്ഞമായിരുന്നു. എന്നിട്ട് എത്ര കോടി സമാഹരിച്ചു? സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ജ്യോതി പ്രയാണത്തിലൂടെ എത്ര കോടി സമാഹരിച്ചു നോക്കൂ. താങ്കൾ നേരത്തെ വിജയമല്യ സ്വർണം പൂശിയ കാര്യം പറഞ്ഞു, പരാമർശിച്ചു. ഇപ്പൊ വഴിപാടായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയായിട്ട് ഏത് ഭക്തനെയും അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ ഞങ്ങളിതാ ഡയമണ്ട് കാർഡ് ഉണ്ടേ, 3 കോടിക്ക് മുകളിൽ നിങ്ങൾ പണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയമണ്ട് കാർഡ്, അല്ലെങ്കിൽ പ്ലാറ്റിനം കാർഡ് ഉണ്ട്, 1 കോടിക്കും 3 കോടിക്കും ഇടയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാറ്റിനം കാർഡ്, അതുപോലെ ഗോൾഡ് കാർഡ്, സിൽവർ കാർഡ്. അങ്ങനെ ഒരു സംവിധാനം ആദ്യമായിട്ടല്ലേ ശ്രീ ജയചന്ദ്രൻ? അത് ഭക്തർ അവരറിഞ്ഞുകൊണ്ട് തരും, അല്ലാതെ ഇത് പിടിച്ചു പറിക്കുന്ന പോലെയല്ലേ. ഞങ്ങളിത് ഇങ്ങനെയൊക്കെ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതായത് ഭക്തരെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തരം തിരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കോടികൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പ്രയോജനങ്ങൾ ലഭിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന് ദേവസ്വം ബോർഡ് അവതരിപ്പിക്കുമ്പോൾ അതിനെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ അതുമായിട്ട് താരതമ്യം പോലും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, 100% അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണ് താങ്കൾ ഈ പറയുന്ന ഡയമണ്ട് പ്ലാറ്റിനം. അങ്ങനെ ഒരു സംഭവം സംസ്ഥാന സർക്കാരിലെ പിന്നെ ദേവസ്വം വകുപ്പോ ദേവസ്വം ബോർഡോ തീരുമാനിച്ചിട്ടില്ല. അത് താങ്കൾ ഇന്നലെയും പറഞ്ഞു. അപ്പൊ പുറത്തു വെറും കിംവദന്തികളാണോ അഭ്യൂഹങ്ങളാണോ? ദേവസ്വം ബോർഡോ? ഞാൻ പറഞ്ഞില്ല അതിന് എന്താണ് പറയുന്നത്, അതിനൊക്കെ എന്താണ് പറയേണ്ടതെന്ന് താങ്കൾ തന്നെ തീരുമാനിച്ചാൽ മതി. അത്തരം വാർത്തകൾക്ക് ദേവസ്വം ബോർഡോ പിന്നെ ദേവസ്വം വകുപ്പോ അത്തരം ഒരു തീരുമാനം എടുത്തിട്ടേ ഇല്ല ഈ നിമിഷം വരെയും. ഞാൻ ഉത്തരവാദിത്തോടെ തന്നെ പറയുകയാണ്. അല്ലാതെ ആരും നിഷേധിച്ചിട്ടില്ലല്ലോ. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആരും നിഷേധിച്ചിട്ടില്ല. അതുപോലെ ദേവസ്വം മന്ത്രി നിഷേധിച്ചിട്ടില്ല. സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആരും നിഷേധിച്ചിട്ടില്ലല്ലോ. ഇപ്പോൾ ശ്രീ ജയചന്ദ്രനാണ് ആദ്യമായി ഇത് നിഷേധിക്കുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ലേ? താങ്കളുടെ കൊളീഗ്സ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളോട് നാളെ ചോദിക്കാൻ പറയൂ, അഡ്വക്കേറ്റ് പ്രശാന്തിനോട്, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ശ്രീ വാസവനോട് ചോദിക്കാൻ പറയൂ. ഞാൻ ഈ ചർച്ചയിലല്ലേ പറയുന്നത് അങ്ങനെ സംഭവം ഇല്ല എന്നുള്ളത്. അങ്ങനെ സംഭവം ഇല്ല സർ, സംഭവമില്ല. പുറത്തു വന്നിരിക്കുന്നത് വ്യാജമായ വാർത്തകളാണ്. ചോദിക്കട്ടെ,
ഏത് സോഴ്സിൽ നിന്നാണ് അത് വന്നത് എന്നൊക്കെ അന്വേഷിക്കേണ്ടി വരുമല്ലോ. പക്ഷെ എൻ്റെ കയ്യിലുള്ള രേഖ പ്രകാരം കൃത്യമായിട്ട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് എവിടുന്ന വാർത്തകൾ അറിയുകയും ചെയ്യാം. ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയാൽ പോരായിരുന്നു അത് നിഷേധിക്കാൻ. ജേർണലിസ്റ്റുകൾ എന്നുള്ള കുലത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്തിനാണെന്ന് പ്രചരിപ്പിക്കട്ടെ, മാക്സിമം പ്രചരിപ്പിക്കട്ടെ എന്ന്. ഇത്തരം കാര്യങ്ങളൊക്കെ നുണ പ്രചരിപ്പിക്കുന്നവരുടെ ആ നുണകൾക്ക് എത്ര ആയുസുണ്ടെന്ന് ജനങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നുള്ളത്? അധികാരികളെ വിട്ടേക്കൂ. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ടോ ഇത് എവിടുന്നാണ് ഈ സ്പോൺസർഷിപ്പ് വരുന്നത്? ഇനി സ്പോൺസറായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണോ ഇത്തരം കാര്യങ്ങൾ? ഒന്നുമല്ല. ഇതൊക്കെ ചില കൽപ്പിത കഥകളാണ്. ആ കൽപ്പിത കഥകൾക്ക് പ്രത്യേകമായിട്ടുള്ള മോട്ടീവ് ഉണ്ട്. അതൊക്കെ അറിയാം എവിടുന്നാണ് ഇത് വന്നിട്ടുള്ളതെന്നൊക്കെ എനിക്ക് അറിയുകയും ചെയ്യും. പക്ഷേ നമ്മളിത് പറയേണ്ടത് ഇവിടെ അല്ലല്ലോ. നമുക്ക് പരിശോധിക്കാം. ശ്രീ ജയേന്ദ്രൻ, ഉല്ലാസ് ബാബു, ശബരിമല ക്ലബ് മെമ്പർഷിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ അവാസ്തവമാണോ? എൻ്റെ കയ്യിലുള്ള രേഖയിൽ നോക്കൂ, ഈ 3 കോടിക്ക് മുകളിൽ ഡയമണ്ട് കാറ്റഗറി, വർഷത്തിൽ 5 ദിവസം ശബരിമലയിൽ സൗജന്യമായി താമസിക്കുന്നതിന് അനുവാദം, മണ്ഡലപൂജ കാലയളവ് 1 ദിവസം, മകരവിളക്ക് കാലയളവ് 1 ദിവസം, വിഷുപൂജ കാലയളവ് 1 ദിവസം, ഉത്സവം 1 ദിവസം, മാസപൂജ 1 ദിവസം, പ്ലസ് 5 പ്രസാദ കിറ്റ്, അപ്പം മരവണ, 5 ഡയറി, പമ്പയിൽ കാർ പാർക്കിങ്ങിന് മുൻഗണന. ഇതൊക്കെ തെറ്റായ വാർത്തകളാണെന്നാണല്ലോ ഇടത് സഹയാത്രികൻ പറയുന്നത്. പിന്നെ ഇത് എവിടെ നിന്നാണ് ഇതിൻ്റെ ഉറവിടം? ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു? അല്ല, ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, പൊതുവെ ആഗോള അയ്യപ്പ സംഗമം ആ വിഷയമാണല്ലോ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആ വിഷയമാണ്. ഇടതുപക്ഷ പ്രതിനിധിയായിട്ടുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്ന് നമ്മൾ കേൾക്കും. ഇന്നലെയും മിനിയാന്നൊക്കെ ഞാൻ ചർച്ചയ്ക്ക് പോയിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 4 ഹെഡായിട്ട് ഈ വിഷയത്തെ ചർച്ച ചെയ്യണം. ഒന്നെന്താണ് ഇതിനകത്ത് രാഷ്ട്രീയം, 2 എന്താണ് ഇതിനകത്ത് ധാർമ്മികത, 3 എന്താണ് ഇതിൻ്റെ ആത്മീയ വശം, 4 എന്താണ് ഇപ്പോൾ നിലവിൽ ഇന്ന് മുതൽ വന്ന നിയമപരമായ കാര്യം. എന്താണ് ഇതിനകത്ത് രാഷ്ട്രീയം? BJPയുടെ സ്റ്റാൻഡ് കൃത്യമായി പറഞ്ഞുതരാം. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് CPIMനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായ രാഷ്ട്രീയമാണ്. അയ്യപ്പനെ രാഷ്ട്രീയം കളിക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് അയ്യപ്പ സംഗമം നടത്തിയ ഇവർ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നവോത്ഥാന മതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പരാജയപ്പെട്ടുവെങ്കിലും കെട്ടാൻ ശ്രമിച്ചവരാണ്. ആർക്കെതിരെ? ഇതേ അയ്യപ്പനെതിരെ, ഇതേ ശബരിമലയ്ക്കെതിരെ, ഇതേ വിശ്വാസത്തിനെതിരെ, ഇതേ ഇവർ പറയുന്ന തത്വമസിക്കെതിരെ അവരിങ്ങനെ നവോത്ഥാന മതിൽ കെട്ടിയവരാണ്. എന്താണ് ഇവർക്ക് ഇപ്പോൾ അതിൽ മാറ്റം വന്നത്? അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളടക്കമുള്ള കാര്യങ്ങളിൽ ഇവരിൽ നിന്ന് ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെടുന്നു എന്നുള്ള ഇവരുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ കേരളത്തിലെ മൊത്തം ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടുംപുറങ്ങളിലുള്ള ക്ഷേത്രങ്ങളിൽ ഏരിയ കമ്മിറ്റി അടക്കം, ലോക്കൽ കമ്മിറ്റി അടക്കം, ബ്രാഞ്ച് അടക്കമുള്ള നേതാക്കന്മാരെ ഉള്ളിൽ കയറ്റിക്കൊണ്ട് സെക്രട്ടറിയും പ്രസിഡന്റും ആക്കിക്കൊണ്ടുള്ള ആ അമ്പലം പിടുത്തം തുടങ്ങിയിട്ട് 3-4 കൊല്ലത്തോളമായി. ഇത് ഒരു ഭംഗിയായി സൈലൻ്റായിട്ട് പണി നടത്തിക്കൊണ്ട് പോയിരുന്നു. ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് പൂരങ്ങൾ, ആഘോഷങ്ങൾ ഇത്യാദി കാര്യങ്ങളിലൊക്കെ നുഴഞ്ഞു കയറിക്കൊണ്ട് ആ വിശ്വാസികളെ വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ സമയത്ത് വീണ്ടും ഇവർക്ക് തോന്നി, അല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമാണ് വേണ്ടത്. ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് മദനിയെയും മൗദൂദിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തിയെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ ആ വഴിക്ക് പോയ സമയത്ത് പൊളിറ്റിക്കൽ ഹിന്ദുവിനെ പരിപൂർണമായി ഒറ്റപ്പെടുത്തണം. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ശബരിമല കുത്തിക്കൊണ്ടുവന്ന് അത് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചു. അതിൻ്റെ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കൂടുതൽ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഇവർക്കത് മനസ്സിലാകുന്നു, ഈ വിഭാഗം എന്ന് പറയപ്പെടുന്ന വലിയ വിഭാഗം, പണ്ട് 1921 ഖിലാഫത്ത് മൂവ്മെൻ്റ് ആയിട്ടുള്ള മാപ്പിള ലഹളയുടെ ഭാഗമായിട്ട് മലബാറിൽ ഇവരെടുത്തിട്ടുള്ള ഹിന്ദു വിഭാഗത്തിൻ്റെ വലിയ ആളുകളായി ഇവർ മാറിയത്. ട്രാവൻകൂറിൽ ഇതേപോലെ തന്നെ ശബരിമല 1952 കത്തിച്ച സമയത്ത് അതിൻ്റെ പിന്നിലുണ്ടായ കോൺഗ്രസ് പാർട്ടി മാപ്പിള ലഹളയെ പിന്തുണച്ച പോലെ തന്നെ ശബരിമല കത്തിച്ച വിഭാഗക്കാരെ പിന്തുണച്ച സമയത്ത് അവിടെയും ഇവർ രക്ഷകരായി എത്തിയ സമയത്ത് ഇത്യാദി ആളുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഹിന്ദു ബേസ് വോട്ടുകളെ ക്രിയേറ്റ് ചെയ്യാൻ ഇവർ ശ്രമിച്ചിരുന്നു. ആ ശ്രമിച്ചത് ഇടക്കാലത്ത് വന്ന് ഇവർ ഇസ്ലാമിക രാഷ്ട്രീയത്തിലേക്ക്, അതിൻ്റെ വോട്ട് ബാങ്കിലേക്ക് ഇവർ പോകാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇവർ മറ്റ് ന്യൂനപക്ഷ വോട്ട് ബാങ്കിലേക്ക് പോകാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇവരുടെ ബേസ് വോട്ട് പോയി
പോയി എന്ന് കണ്ടപ്പോൾ വീണ്ടും ഹിന്ദു വിഭാഗത്തെ കൂട്ടുപിടിക്കുന്നതിനായി ഇവർ ശബരിമലയെ കൂട്ടുപിടിക്കുന്നു, അയ്യപ്പനെ കൂട്ടുപിടിക്കുന്നു. ചോദിച്ചോട്ടെ, രാഷ്ട്രീയപരമായിട്ട് ഇടതുപക്ഷം മതത്തിനെതിരാണ്, ഇടതുപക്ഷം വിശ്വാസത്തിനെതിരാണ്, ഇടതുപക്ഷം ആചാരങ്ങൾക്കെതിരാണ്, ഇടതുപക്ഷം ദൈവങ്ങൾക്കെതിരാണ്, ദൈവവിശ്വാസങ്ങൾക്കെതിരാണ്, ഗണപതി മിത്താണെന്ന് പറഞ്ഞവരാണ്, ഗണപതി ഹോമത്തെ എതിർക്കുന്നവരാണ്, ക്ഷേത്രത്തിൽ പാട്ട് വെക്കുന്നതിനെ എതിർക്കുന്നവരാണ്, പൂജാരികളെ അടിവസ്ത്രമില്ലാതെ കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കലാശം കാണിക്കുന്നതാണോ കോമാളിത്തരമാണ് പൂജയെന്ന് പറഞ്ഞ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരടങ്ങുന്ന ഇവരുടെ വിഭാഗത്തിന് ഇന്ന് അയ്യപ്പ ഭക്ത സംഗമം അല്ലെങ്കിൽ അയ്യപ്പനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള സംഗമം നടത്താനുണ്ടായ ചേതോവികാരം എന്താണ്? തമിഴ്നാട്ടിൽ മുരുക സംഗമം കണ്ടപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഗംഭീരമായിട്ടുള്ള വിജയം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ ഒരു പരിപാടി എടുത്തു. ഈ പരിപാടി എടുത്ത് എന്താണ്? ആദ്യം എന്താ പറഞ്ഞത്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ 75ാം വാർഷികം ആഘോഷിക്കുകയാണ്. ആരാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്? പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് അല്ലേ? ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള CPM-ൻ്റെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ടുള്ള അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വിശ്വാസികളുടെ പേരിൽ ഇവരുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എഴുതി വെച്ചോളൂ. കച്ചവട താല്പര്യം കൊണ്ടുവന്ന് കച്ചവട ഭൂമിയാക്കി അയ്യപ്പൻ്റെ ഏറ്റവും വലിയ പൂങ്കാവനമായിട്ടുള്ള ശബരിമലയെ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചവട തന്ത്രം, അതിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൂത്രത്തിലൂടെ നടത്തുക, അതിലൂടെ ജനങ്ങളെ പറ്റിക്കുക. പിന്നെ ഇവർ പറയുന്നു 3000 പേരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്താ അതിൻ്റെ ക്രൈറ്റീരിയ? ശ്രീ അനിൽ നമ്പ്യാർ, ലക്ഷോപലക്ഷം ജനങ്ങൾ പിണറായി വിജയനൊന്നും കണ്ടിട്ടല്ലല്ലോ, അയ്യപ്പനെ കണ്ട് ശബരിമലയിൽ എല്ലാ വർഷവും തിരിച്ചു പോകും, അന്ന് തൊഴിൽ തിരിച്ചു പോകുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇരുമേലിയിലും പമ്പയിലും ലാഹയിലും മാലയൂരിയിട്ട് ഇവർക്ക് കയറാൻ പറ്റാത്ത, ഇവരുടെ കൂത്തഴിഞ്ഞ ഭരണ സംവിധാനം കാരണം കയറാൻ പറ്റാതെ നിരവധി ആളുകൾ തിരിച്ചുപോയി. ആ അയ്യപ്പന്മാരൊക്കെ ഇവിടെ വന്ന് തൊഴുത് തിരിച്ചുപോയി ഇവരെ കണ്ടിട്ട അതിൽ നിന്ന് 3000 പേരെ യഥാർത്ഥ വിശ്വാസികൾ അവർ എവിടെ നിന്ന് തിരഞ്ഞെടുത്തു? ഇപ്പോൾ അവർ പറഞ്ഞു മതേതരത്വത്തിൻ്റെ ഒരു ആൾരൂപമായി കാണുന്നു. എങ്ങനെയാണിത് മതേതരത്വത്തിൻ്റെ ആൾരൂപമാകുക? ഇന്നും അവിടെ ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു വിശ്വാസപ്രകാരം പൂജാവിധികൾ കൃത്യമായി നടക്കുകയല്ലേ? ഗണപതി ഹോമം ആയിക്കോട്ടെ, അതിനുശേഷമുള്ള ഓരോ പൂജകളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് നടക്കുന്നത്? ഹിന്ദു ആചാരപ്രകാരം തന്നെയല്ലേ? മതേതരത്വം എന്ന് പറയപ്പെടുന്ന ഒരു വിശാല കാഴ്ചപ്പാടിൻ്റെ എല്ലാ മതസ്ഥർക്കും അവിടെ കയറാം എന്നുള്ളതൊക്കെ ശരിയാണെങ്കിലും മറ്റ് ഒരു ടൂറിസ്റ്റ് സംവിധാനം പോലെ ഇതിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ അവനവൻ്റെ അജണ്ട സെറ്റ് ചെയ്യുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് നടത്തി നാളെ ആ ഒരു പരിശുദ്ധമായിട്ടുള്ള സംവിധാനത്തെ തകർക്കുക എന്ന് പറയപ്പെടുന്ന പിണറായി വിജയൻ്റെ എഴുതപ്പെട്ട അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അത് കൃത്യമായി ബോധ്യമുള്ളതുകൊണ്ടാണ് BJP-യും ഇതുപോലെയുള്ള മറ്റ് സംവിധാനങ്ങളും ഇതിനെ അംഗീകരിക്കുന്നത്. ക്രിസ്ത്യൻ വിശ്വാസമായിക്കോട്ടെ, മുസ്ലിം വിശ്വാസമായിക്കോട്ടെ, ഹൈന്ദവ വിശ്വാസമായിക്കോട്ടെ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവരവരുടെ മതങ്ങൾക്കുണ്ടെങ്കിൽ ആ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാണ്ടവർക്ക് വിശ്വസിക്കേണ്ട. പക്ഷേ വിശ്വസിക്കുന്നവരെ, ഹിന്ദു വിഭാഗത്തിൻ്റെ ആചാരങ്ങൾ വിശ്വസിക്കുന്നവരുടെ നെഞ്ചത്ത് കയറിയിരുന്ന് ഊഞ്ഞാലാടി അതിൻ്റെ മുകളിൽ കയറി ഒന്ന് ചവിട്ടി നോക്കാമെന്ന് കരുതിയാൽ പരിപൂർണമായിട്ട് എതിർപ്പാണ്. ഇതേ അയ്യപ്പ ഭക്തിയുടെ പേരിൽ നാമജപ ഘോഷയാത്രയ്ക്ക് നേരെ പോലീസ് ലാത്തി വീശിയത് ആരുടെ പോലീസാണ്? ഇടതുപക്ഷത്തിൻ്റെ പോലീസല്ലേ. ജയിലിലടച്ചത് ആരുടെ പോലീസാണ്? ഇടതുപക്ഷത്തിൻ്റെ പോലീസല്ലേ. 2200ഓളം കേസെടുത്തില്ലേ? 4000 ചില്ലുവാനം ആളുകൾ അറസ്റ്റ് ചെയ്തില്ലേ? ആരുടെ പോലീസാണ്? ഇതേ CPM സർക്കാരിൻ്റെ പോലീസല്ലേ. അന്ന് ഈ അയ്യപ്പ സ്വാമിയോട് ഇവർക്ക് ഈ നീതി ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് ശബരിമല തീർത്ഥാടനത്തോട് ഇവർക്ക് നീതി ഉണ്ടായിരുന്നില്ലല്ലോ. അവിടുത്തെ ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് ഇവർ ഇന്നും കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അവിടെ നിലനിൽക്കുകയല്ലേ? ഇവരുടെ തീരുമാനം അവിടെ നിലനിൽക്കുകയല്ലേ? ആ തീരുമാനം മാറ്റാൻ ഇവർ ആദ്യം തീരുമാനമെടുത്തോ? അത് സംസാരിച്ചു. രണ്ട് പറഞ്ഞു വികസനമാണ് ചർച്ച. ഞാൻ ചോദിച്ചോട്ടെ അനിൽ നമ്പ്യാരെ, കേരളം പോലെയുള്ളൊരു സംസ്ഥാനത്ത് ക്യാബിനറ്റ് ഉള്ള സ്ഥലത്ത്, മന്ത്രിയുള്ള സ്ഥലത്ത്, ദേവസ്വം മന്ത്രിയുള്ളപ്പോൾ, ദേവസ്വം ബോർഡുള്ള സമയത്ത് 3000 പേരെ വിളിച്ച് പന്തൽ കെട്ടി പൊതുസമ്മേളനം നടത്തിയിട്ടാണോ ഈ ക്ഷേത്രം എങ്ങനെ വികസിപ്പിക്കണം, ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെ വികസിപ്പിക്കണമെന്ന് വികസനം ഇവിടെ ചർച്ച ചെയ്യാറ്? കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ 21 മരവാഴകൾ എന്തിനാണ് കേരളത്തിൽ ഇരിക്കുന്നത്? മന്ത്രിമാരാണെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തിനാണ് ഇരിക്കുന്നത്? ദേവസ്വം ബോർഡ് എന്തിനാണ് ഇരിക്കുന്നത്? അതിൻ്റെ എക്സ്പെർട്ടുകൾ എന്തിനാണ് ഇരിക്കുന്നത്? അതിൻ്റെ ടാലൻ്റുള്ള മറ്റാളുകൾ എന്താണ് ഇരിക്കുന്നത്? ഇവർ പൊതുസമ്മേളനം വിളിച്ച് പ്രസംഗിച്ചിട്ടാണോ ഇവിടുത്തെ വികസനം നടക്കാറുള്ളത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു വികസനം നടത്തിയ ചരിത്രമൊന്നും നിങ്ങൾ പറഞ്ഞേ. അപ്പോൾ നിങ്ങൾ വിശ്വാസികളെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അതിൻ്റെ പിന്നിൽ അജണ്ടയുണ്ട്, അതിൻ്റെ പിന്നിൽ കച്ചവടമുണ്ട്, കച്ചവട കേന്ദ്രമാക്കാനുള്ള തന്ത്രമുണ്ട്. അതിനുവേണ്ടി കാണിക്കുന്ന ഒരു തട്ടിപ്പ് മാത്രമായിട്ടാണ് ഈ പരിപാടി. രാഷ്ട്രീയ അജണ്ടയുടെ തട്ടിപ്പായിട്ടാണ് ഇതിൻ്റെ ഇരട്ടത്താപ്പ് നയം കൃത്യമായി BJP പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ ഇവർ ചർച്ച ചെയ്യുന്ന ഓരോ വിഷയങ്ങളും ഞാൻ ചോദിക്കട്ടെ, പമ്പയിൽ ഇവർ ഈ സമ്മേളനം നടത്തി 3000
3000 പേരെ ഇവർ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ അനിൽ നമ്പ്യാരെ കൃത്യമായി മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും വ്യക്തി എന്ന രീതിയിലും അയ്യപ്പ വിശ്വാസി എന്ന രീതിയിലും നിങ്ങൾ അവിടെ പോകുന്ന ആളല്ലേ? 21 വർഷം കെട്ട് നിറച്ചു പോയ ആളാണ് ഞാൻ ചോദിച്ചോട്ടെ, ഈ 3000 പേർക്ക് ഒന്ന് മൂത്രമൊഴിക്കാൻ ഒരു സൗകര്യം ഞങ്ങൾ പണി കഴിപ്പിച്ചതാണെന്ന് പറയാൻ 9.5 കൊല്ലം ഭരിച്ച ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? ഇപ്പോഴും വാടകയ്ക്ക് കാശ് കൊടുത്ത് ഈ ടൈലറ്റ് കൊണ്ടുവരണ്ടേ അവിടെ? എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, തോട്, പാലം, വെള്ളം, വെളിച്ചം, അടിസ്ഥാന സൗകര്യങ്ങൾ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ കാലം ഇത്രയായിട്ട് കഴിവും പ്രാപ്തിയും നട്ടല്ലുമുള്ള ഒരുത്തൻ ദേവസ്വം മന്ത്രിയായി ഇത്ര കാലം ഉണ്ടാവാതിരുന്നത്? അല്ലെങ്കിൽ ഇരുന്നവർക്ക് അതിന് കഴിവുണ്ടാകാതെ വന്നത്? തീർത്ഥം നിലത്ത് ഒഴിച്ചു വീഴ്ത്തി അതിനോട് അപമര്യാദ കാണിക്കുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗത്തിന് എന്തുകൊണ്ടാണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ വികസിപ്പിക്കാൻ ഇവർക്ക് കാഴ്ചപ്പാടില്ലാഞ്ഞത്? ഇനി 3000 പേരെ പന്തൽ കെട്ടി വിളിച്ച് മൈക്കിൽ പ്രസംഗിച്ചിട്ട് അവരുടെ സജഷൻസിൽ കിട്ടിയിട്ട് വേണോ ഇതേപോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ? റോഡുണ്ടാക്കാൻ, തോടുണ്ടാക്കാൻ, പാലം ഉണ്ടാക്കാൻ, വെള്ളം ഉണ്ടാക്കാൻ, വെളിച്ചം ഉണ്ടാക്കാൻ. അപ്പോൾ അവിടെ കൃത്യമായി തട്ടിപ്പുണ്ട്. ഇനി നിയമപരമായ ഒരു വിഷയം. എന്താ നിയമപരമായിട്ട് ഇന്ന് കോടതിയിൽ പറഞ്ഞത്? ഇവരുടെ ദേവസ്വം ബോർഡ് വക്കീലിനോ ഗവൺമെൻറ് പ്ലീഡർക്കോ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന്, അവർക്കിതിനെക്കുറിച്ച് മനസ്സിലായിട്ടില്ല. കോടതി കൃത്യമായി ചോദിക്കുന്നുണ്ട്, അതിനകത്ത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എന്താണ് തീരുമാനം? പമ്പയിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾ, ശബരിമലയുടെ ദൈവികമായ കാര്യങ്ങളല്ലാതെ പൊതുസമ്മേളനം നടത്താൻ സാധ്യമാകില്ല, എന്താണ് നിങ്ങളുടെ കാര്യം? അവസാനം എന്താണ് പറഞ്ഞത്? ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ പഠിച്ചതിന് ശേഷം എഴുതി കൊടുക്കാമെന്നാണ് പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് വക്കീലിന് നാവിൽ നിന്ന് അത് കൃത്യമായി ഇന്ന കാര്യങ്ങളെ കൊണ്ട് ഇന്ന കാര്യങ്ങൾ പറയാൻ പറ്റാഞ്ഞത്? പിന്നെ ഇവർ എഴുതി കൊടുത്താണ് തത്വമസി. അത് ലോകമെമ്പാടും ഇവർ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് അത്രേ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആധ്യാത്മികമായി അതിൻ്റെ വശം ഒന്ന് പറയാം. 12 കൊല്ലം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നല്ല ഇവർ പറഞ്ഞത്. 12 കൊല്ലം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് തിരിച്ചെത്തി ശ്വേതകേതു എന്ന് പറയപ്പെടുന്ന മകൻ 12 കൊല്ലം ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആരുണി മഹർഷി അച്ഛൻ ചോദിച്ചു, മകനെ നീ എല്ലാം പഠിച്ചോ? അവൻ പറഞ്ഞു, എന്താ വെച്ചാൽ വേദാംഗങ്ങളും മാത്രമല്ല ലോകത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചച്ച അഹങ്കാരത്തോടു കൂടി പറഞ്ഞു. ആരുണി മഹർഷിക്ക് വിഷമമായി, എൻ്റെ മകന് അഹങ്കാരമാണല്ലോ പഠിച്ചേ, നീ കൃത്യമായി ജ്ഞാനം നേടിയോ എന്ന് ചോദിച്ചു. അപ്പോഴും അവൻ പറഞ്ഞു, ഞാൻ എല്ലാം പഠിച്ചു, ഇനി ഒന്നും പഠിക്കാനില്ല. ആ സമയത്ത് മകനെ അടുത്തിരുത്തിക്കൊണ്ട് ചാന്തോഗ്യോപനിഷത്തിലെ ഒരു വാക്ക് അദ്ദേഹം ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തു മകനെ. എന്താണെന്നറിയാമോ? തത്വമസി എന്ന്. ഭാരതം ലോകത്തിന് മുമ്പിൽ വെച്ച 4 മഹാവാക്യങ്ങളുണ്ട്. 1 തത്വമസി, 2 അഹം ബ്രഹ്മാസ്മി, 3 പ്രജ്ഞാന ബ്രഹ്മ, 4 അയമാത്മാ ബ്രഹ്മ. ഇങ്ങനെ 4 കാര്യങ്ങൾ ഈ ലോകത്തിന് മുമ്പിൽ ഭാരതം വെച്ചിട്ടുണ്ട്. ഇത് വരുന്നിട്ട് ഇതിൻ്റെ പ്രചരിപ്പിക്കാൻ നടക്കുന്നു എന്ന് പറയുമ്പോൾ ശബരിമലയും തത്വമസിയുമായിട്ടുള്ള ബന്ധം ഇടതുപക്ഷത്തിൽ ഒരു സഖാവിന് പറയാൻ സാധിക്കുമോ? ഞാൻ ചോദിച്ചോട്ടെ, മാലയിട്ട് വ്രതമെടുത്ത് നെയ്യ് തേങ്ങ നിറച്ച് കെട്ടുകെട്ടി ശബരിമലയിൽ പോയി പമ്പ എരുമേലി തൊഴുത് പമ്പയിൽ മുങ്ങി പമ്പാ ഗണപതിയെ തൊഴുത് മുകളിലേക്ക് കയറി മല കയറി കഴിഞ്ഞാൽ അവിടെ 18 പടികളുണ്ട് ഇല്ലേ? ആ 18 പടികളിൽ നമ്മളെന്താ പറയുക? സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള 18 പടികൾ. ആ 18 പടികളിൽ 5 പടികൾ എന്താണ്? 5 പടികൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങളുടെ പ്രതീകങ്ങളായിട്ടാണ് 5 പടികളെ കാണുന്നത്. ആ പടികളെ മറികടന്നാൽ 8 പടികളുണ്ട്. 8 പടികൾ എന്താ? അഷ്ടരാഗങ്ങൾ എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ കാമം, ക്രോധം, ലോഭം, മോഹം, മദ്യം, മത്സര്യം, ഈർഷ, അസൂയ. ഈ കാര്യങ്ങൾ 5ഉം കഴിഞ്ഞ് 8ഉം മറികടന്നതിന് ശേഷം പിന്നെ 3 ഇതുണ്ട്. 3 പടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സത്വരജ തമോ ഗുണങ്ങൾ മറികടന്നു കഴിഞ്ഞാൽ വിദ്യയും അവിദ്യയും മറികടന്നു കഴിഞ്ഞതിന് ശേഷമാണ് എന്താണുള്ളത്? അപ്പുറത്തേക്ക് കയറി ചെന്നാൽ തത്വമസി. ഇതിനൊക്കെ മറികടന്ന് 18 പടിയും കടന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ നീ കടന്നു വന്ന കാശ് നീയാകുന്നു എന്ന് പറഞ്ഞ് സ്ഥലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ അവന് തിരിച്ചറിവുണ്ടാകുന്നതും ജ്ഞാനമുണ്ടാകുന്നതും. സമത്വത്തിൻ്റെ തത്വമെന്നാണ് അതിനെ പറയുക. ആ സമത്വത്തിൻ്റെ തത്വമായിട്ടുള്ള തത്വമസിയെ 18 പടികൾ 3ഉം 5ഉം 8ഉം പടികൾ കടന്ന് കൃത്യമായി അല്ലെങ്കിൽ 2 അവസാനമായിട്ടുള്ള വിദ്യയും അവിദ്യയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് ജ്ഞാനം നേടുമ്പോഴാണ് അത് നീയാകുന്നു എന്ന ജ്ഞാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുക. ഇതിൽ എന്തെങ്കിലും ഒരു പൂട്ടും പിണ്ണാക്കും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ
ഏതെങ്കിലും ഒരുത്തിനും അറിയുമെന്ന് അനിൽ നമ്പ്യാരിന് തോന്നുന്നുണ്ടോ? എന്നിട്ട് അയ്യപ്പനെക്കുറിച്ച്, തത്വമസിയെക്കുറിച്ച്, 18 പടികളെക്കുറിച്ച്, അതിൻ്റെ വാല്യൂവിനെക്കുറിച്ച് ലോകം മുഴുവൻ പറഞ്ഞു നടക്കാൻ വേണ്ടിയാണെന്ന് പറയുമ്പോൾ KSRTC ബസ്സിന് 10 ഉറുപ്പ്യ കൂട്ടിയിട്ടും 20 ഉറുപ്പ്യ കൂട്ടിയിട്ടും അയ്യപ്പ ഭക്തന്മാരോ 9 കൊല്ലം പിഴിഞ്ഞവന്മാരാണ് ഈ വർത്തമാനം ഇപ്പോഴും ഇതിൻ്റെ വികസനത്തെക്കുറിച്ച് പറയുന്നത്. സ്വന്തം സർക്കാരിൻ്റെ ബസ്സിൽ കയറിയിട്ട് ഈ പമ്പയിലേക്ക് നിലയ്ക്കൽ നിന്ന് പോകുമ്പോൾ ഇരട്ടി കൂലി മേടിക്കുന്നവരാണ് അവർ. മലമൂത്ര വിസർജനം നടത്തുന്നതിന് ടോക്കൺ മേടിച്ച് കാശ് മേടിക്കുന്നവരാണ് അവർ. അവിടെ സൈഡിൽ അന്നദാനം നടത്തിയിരുന്ന സന്നദ്ധ സംഘടനകളെ വിരോധിച്ചുകൊണ്ട് കച്ചവട താല്പര്യാർത്ഥം അയ്യപ്പ വിശ്വാസികളല്ലാത്ത ചില വിഭാഗങ്ങളെ കൊണ്ടുവന്ന് കച്ചവടത്തിനു വേണ്ടി അവർ വിട്ടുകൊടുത്തവരാണ് ഇവർ. മലയറയ സമുദായത്തെ പന്തളം കൊട്ടാരവും ഹിന്ദു സമൂഹവും അതുപോലെ തന്നെ എല്ലാ ആളുകളും അംഗീകരിച്ച് അയ്യപ്പൻ്റെ എല്ലാ പ്രവർത്തികളിലും ഉൾക്കൊള്ളിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പോലും തയ്യാറാവാത്ത സർക്കാരാണ് അവർ എന്താണ് ഇവർ കാണിക്കുന്നത്? അത്രയും നീതികേട് ശബരിമലയോടും ക്ഷേത്രങ്ങളോടും ക്ഷേത്രാചാരങ്ങളോടും ക്ഷേത്ര വിശ്വാസങ്ങളോടും കാണിച്ച ഇവർ ഇന്ന് അയ്യപ്പ സ്നേഹവും പറഞ്ഞു വരുന്നുണ്ട് എങ്കിൽ ആ വരുന്നതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയം, കൃത്യമായ തട്ടിപ്പ്, കൃത്യമായ വെട്ടിപ്പ്, കൃത്യമായ കച്ചവടം, കൃത്യമായിട്ട് രാഷ്ട്രീയ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇത്യാദി കാര്യങ്ങൾ പുറകിലുണ്ട് എന്ന് ബോധ്യപ്പെടാൻ അരിയാഹാരം കഴിക്കുന്ന മലയാളികളായിട്ടുള്ള കൃത്യരായിട്ടുള്ള ശബരിമല വിശ്വാസികൾക്ക് സാധ്യമാകും. പിന്നെ ഒരു മാറ്റം ശബരിമലയിൽ വരണമെന്നുണ്ടെങ്കിൽ, മാറ്റങ്ങളെ തീരുമാനിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവരല്ലല്ലോ, വിശ്വാസമില്ലാത്തവരല്ലോ തീരുമാനിക്കുക. ഗുരുവായൂരിൽ ചുരിദാറിട്ട് കയറാൻ പാടില്ലായിരുന്നു. പിന്നീട് അവിടെ ചില മാറ്റങ്ങൾ വരുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇരുന്ന് അത് തീരുമാനിക്കേണ്ട സഭയിരുന്ന് തീരുമാനമെടുത്തതിന് ശേഷം അത് അംഗീകരിച്ചല്ലോ. ഇപ്പോൾ ചുരിദാറിട്ട് കയറാമല്ലോ. അപ്പോൾ നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും ഹിന്ദു വിശ്വാസികളുടെ ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്ര ശൈലികളിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മൾ അതിൻ്റെമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവർ ഇരിക്കും, അതിനു വേണ്ട മാറ്റങ്ങൾ കൃത്യമായി പഠിക്കും. പഠിച്ചതിന് ശേഷം ദേവപ്രശ്നം വെച്ചതിന് ശേഷം ദേവഹിതം നോക്കും. ഹിതം നോക്കിയതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കും. അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോവുക. അല്ലാണ്ട് വിശ്വാസമില്ലാത്ത അയ്യപ്പൻ എന്താ, സുബ്രഹ്മണ്യൻ എന്താ, ഗണപതി എന്താ, ഭഗവതി എന്താ, ദേവി എന്താണെന്നും അറിയാത്ത ഇവരാണോ അതിനെക്കുറിച്ച് തീരുമാനിക്കാൻ പോകുന്നത്? ഇവർക്കാണോ അതിനുള്ള യോഗ്യത? CPIM എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് ഇവരുടെ ധാരണ എന്താണ്? അയ്യപ്പൻ്റെ അവിടെ ശ്രീലകത്ത് കയറിയിരുന്ന ഇങ്കുലാബ് ചിന്താബ എന്ന് വിളിക്കലാണോ തിരുമേനിമാരെന്ന് പറഞ്ഞോ ഇവർ കരുതിയത്? അല്ലല്ലോ. അഖില ഭുവനദീപം ഭക്തരക്ഷാബ്ജ സൂരം സ്വരമുനി സൈവ്യം തത്വമസ്യാദിലക്ഷം ഹരിഹര സുതനീശം താരക ബ്രഹ്മരൂപം ശബരിഗിരി നിവാസം ഭാവയാൽ ഭൂതനാഥം എന്ന മന്ത്രം ചൊല്ലി നമ്മളൊക്കെ ആത്മാർത്ഥമായി ശരണം വിളിച്ച് അങ്ങോട്ട് പോകുന്നതേ ഉള്ളിൻ്റെ ഉള്ളിൽ ഭക്തിയും വിശ്വാസവും ഉള്ളതുകൊണ്ടാണ്. ഇവരുടെമാർ ഇങ്കുലാബ് ചിന്താബ, മതം നശിക്കട്ടെ, വിശ്വാസം നശിക്കട്ടെ, എല്ലാം തകർത്ത് ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കട്ടെ എന്ന് വിളിക്കുന്ന നാണം കെട്ട രാഷ്ട്രീയ നിലപാടുമായിട്ട് ഇപ്പോൾ വിശ്വാസികളുടെ കൂടെ നടക്കുന്ന ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തെ കൃത്യമായി ചോദ്യം ചെയ്യേണ്ട ഉത്തരവാദിത്തം വിശ്വാസങ്ങളെ സംരക്ഷിച്ച് ആചാരങ്ങളെ ബഹുമാനിച്ച് ഈ നാട്ടിൽ ആചാരങ്ങളും വിശ്വാസങ്ങളും അതിൽ അംഗീകരിക്കുന്ന വിശ്വാസികളും വേണമെന്ന് വിശ്വസിക്കുന്നതും അതിനെതിർക്കുന്നവരുമായിക്കോട്ടെ, അതൊക്കെ അവരുടെ താല്പര്യം ഉണ്ടാകണമെന്ന് എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പോകണമെന്നുള്ള വിശാല കാഴ്ചപ്പാടുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ BJP പറയുന്നു. തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് അതിന് മുമ്പിൽ അയ്യപ്പനെ കൊണ്ടിരുത്തിയാൽ പോയി പണി നോക്കാൻ പറയാനും അതിനെ കൃത്യമായി അതിനെ പ്രതികരിക്കാനും അതിനെ എവിടെ പ്രതിരോധിക്കണമെന്നും ബോധ്യമുള്ള പാർട്ടിയാണ്. 100% അത് പൊതുസമൂഹത്തിന് മുമ്പിൽ കൃത്യമായി ഞങ്ങൾ വിളിച്ചു പറയും. ഇതൊക്കെ അയ്യപ്പൻ ഉണ്ടായിരുന്നു എന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി. ശ്രീ SJR കുമാർ, ഇപ്പോൾ NSS സഹകരിക്കുന്നു, SNDP സഹകരിക്കുന്നു, മാത്രമല്ല കേന്ദ്ര മന്ത്രിമാരെ, കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെ ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കും. അതുപോലെ RSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഇതിലേക്ക് ക്ഷണിക്കും. അങ്ങനെ ഒരു സമവായത്തിൻ്റെ ലൈൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം തന്ത്രങ്ങൾ മെനഞ്ഞാൽ തീരുന്നതാണോ ഈ പ്രശ്നം? ഒരിക്കലുമല്ല. പക്ഷേ ഞാൻ അതിനു മുമ്പ് ബഹുമാനപ്പെട്ട ഇടത് സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ പറഞ്ഞ 1-2 കാര്യത്തെക്കുറിച്ച് പറയാതെ വയ്യ. പ്ലീസ്. അദ്ദേഹം ഈ സ്പോൺസർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു. സ്പോൺസർഷിപ്പ് സർക്കാർ നടത്തുന്ന അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്ന ഒരു അയ്യപ്പ സംഗമം എന്നൊരു രാഷ്ട്രീയ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് പണം നൽകുന്ന സ്പോൺസർഷിപ്പും ഒരു ക്ഷേത്ര വിഷയത്തിന് നൽകുന്ന സ്പോൺസർഷിപ്പും തന്നെ രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കണം. 2, അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത് ശബരിമലയിൽ സ്വർണം പൊതിഞ്ഞു മല്യ, അത് സ്പോൺസർഷിപ്പല്ല, അത് അദ്ദേഹത്തിൻ്റെ വഴിപാടായിരുന്നു.
അതുപോലെ തന്നെ നമ്മളൊക്കെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ധാരാളം വഴിപാടുകൾ നടത്താറുണ്ട്, പണം നൽകാറുണ്ട്, ചിലപ്പോൾ ആഭരണങ്ങൾ നൽകാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇതെല്ലാം ഇപ്പം തന്നെ നമുക്കറിയാം 535 കിലോഗ്രാം ആഭരണം ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ കസ്റ്റഡിയിലുണ്ട്. അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഒരു സ്കീം വന്നിട്ടുണ്ട്, SBIയിൽ ഡെപ്പോസിറ്റ് ചെയ്യുക, RBIയുടെ ഒരു അനുവാദത്തോടുകൂടിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളും അതിൻ്റെ ചില വിഷയങ്ങൾ കോടതിയിലൊക്കെ നിൽക്കുന്നുണ്ട്. ഈ 535 കിലോയും ഭക്തജനങ്ങൾ നൽകിയതാണ്. അതിൻ്റെ വില എത്രയാണെന്ന് ഞാനിപ്പോൾ പറയേണ്ട ആവശ്യമില്ലോ. അതുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ക്ഷേത്രം സംരക്ഷിക്കാൻ അറിയാം. ദേവസ്വം ബോർഡിൽ ഇത്രത്തോളം സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഇത് ഇന്നത്തെ കാലത്തുള്ള സ്വർണ്ണമാണ്. അതിന് മുമ്പുള്ള പല കാര്യങ്ങൾ കൊണ്ട് ഉപയോഗിച്ചത് വേറെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വഴിപാടും സ്പോൺസർഷിപ്പും രണ്ടും രണ്ടാണ് എന്ന് മിനിമം കാര്യമെങ്കിലും അത് തിരിച്ചറിയണം എന്നാണ് ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ കോടതിയിൽ ഈ സ്പോൺസർഷിപ്പ് ഉണ്ടെന്നുള്ളത് വ്യക്തമാക്കിയിട്ടും ആ കോടതിയിൽ അഭിഭാഷകന്മാർ പറഞ്ഞ വിഷയമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ പരിപാടിക്കുള്ള സാമ്പത്തികം സമാഹരിക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ ഫണ്ടുമല്ല, ദേവസ്വം ബോർഡിൻ്റെ ഫണ്ടുമല്ല, സ്പോൺസർഷിപ്പാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് സ്പോൺസർഷിപ്പാണെന്ന് പറയുകയും ആ വാക്ക് തന്നെ ഒരിക്കലും ക്ഷേത്രബന്ധിയായ ഒരു കാര്യമല്ല. അത് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഭക്തന്മാർ കൊടുക്കുന്ന വഴിപാടാണ്. അത്തരം വഴിപാട് കൊണ്ട് തന്നെ ഈ ക്ഷേത്രങ്ങൾ നടത്താൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ 535 കിലോഗ്രാം സ്വർണം എന്നുള്ളവിടെ ഹിന്ദുവിൻ്റെ സ്വർണ്ണമാണ്, ഹിന്ദു അവിടെ സമർപ്പിച്ച സ്വർണ്ണമാണുള്ളത്. എത്ര കോടി വരുന്നത് കണക്കാക്കി നോക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ഹിന്ദു സമാജം ഈ 535 കിലോഗ്രാം പോലും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. അത് തീർച്ചയായിട്ടും അവിടെ ദേവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. അതൊരിക്കലും നമ്മൾ ഉപയോഗിച്ചല്ല ചെയ്യുന്നത്. അതല്ലാതെ തന്നെയാണ് ക്ഷേത്രകാര്യങ്ങൾ ഇപ്പോൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു സ്പോൺസർഷിപ്പിൻ്റെയോ അത്തരത്തിലൊരു പുറത്തു നിന്നുള്ള സാമ്പത്തിക സമാഹരിച്ചൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഇന്ന് ഹിന്ദുവിനോ ഹിന്ദു ക്ഷേത്രങ്ങളോ ഇല്ല എന്നുള്ളത് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ കോടതിയിൽ പറഞ്ഞ മറ്റൊരു വളരെ രസകരമായൊരു സംഭവമാണ് മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ ശബരിമലയിൽ വെച്ചിട്ടാണോ, ഗണപതിയുടെ മുന്നിലാണോ മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ പോകുന്നത്? അവിടെ എന്താ പ്രത്യേക വല്ല പശയുണ്ട് ഇത് ഊട്ടി ഉറപ്പിക്കാൻ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയില്ലേ? ഈ വേറെ എവിടെയൊക്കെ ആകുമായിരുന്നു നിങ്ങൾക്ക്? ഞാനത് കൂടുതൽ പറയുന്നില്ല, പറഞ്ഞാൽ കൂടി പോവും. പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നാണോ നിങ്ങൾ മതസൗഹാർദ്ദം സൃഷ്ടിക്കാൻ പോകുന്നത്? എന്ത് അനാവശ്യമാണ് നിങ്ങൾ ഈ പറയുന്നത്? അത് കോടതിയിലാണ് പറയുന്നത്. മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ ശബരിമലയിൽ ഗണപതിയുടെ മുന്നിൽ പരിപാവനമായ പമ്പാ തീരത്ത് ഞങ്ങൾ സംഘം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ശ്രീ ജയചന്ദ്രനോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു വിഷയമുണ്ട്. ഈ പരിപാടിക്കെതിരായിട്ട് നമ്മൾ ശക്തമായി നീങ്ങി. ഇപ്പം നമ്മൾ അയ്യപ്പ മറ്റൊരു സംഗമം നടത്താനായിട്ട് തീരുമാനിച്ചു. ദയവേത് ശ്രീ ജയചന്ദ്രൻ മനസ്സിലാക്കുക, ഇത് രണ്ടും ശബരിമല കർമ്മസഭയുടെ നേതൃത്വം തന്നെയാണ്. എല്ലാ സംഘടനകളും ഒന്നിച്ച് നിന്ന് ഒരു സംവിധാനം ഒന്നിച്ച് നിൽക്കുന്ന സംവിധാനമാണ് അത്. ഹിന്ദു സംഘടനകൾ മാത്രമല്ല, സമുദായ സംഘടനകളും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം ആളുകൾ ചേർന്ന വളരെയധികം നൂറുകണക്കിന് വിവിധ സംവിധാനങ്ങളും സംഘടനകളും ചേർന്നിട്ട പ്രസ്ഥാനമാണ് ഹിന്ദു ശബരിമല കർമ്മസമിതി. അതുകൊണ്ട് ഈ പ്രക്ഷോഭം അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല ശബരിമല 2018-19 നടന്ന പ്രക്ഷോഭം അങ്ങ് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ മറ്റെല്ലാ ഹിന്ദു സംഘടനകളും ഒന്നിച്ചു തന്നെ ആയിരുന്നു. 170ഓളം ഹിന്ദു സംഘടനകൾ ഒന്നിച്ചു നിന്നാണ് ആ കാര്യങ്ങളൊക്കെ നടത്തിയത്. അതുകൊണ്ട് അത്ര വിശാലമായൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ പന്തളത്ത് നടത്തുന്നതും ശബരിമല കർമ്മസമിതിയുടെ പേരിൽ എല്ലാ സംഘങ്ങളും ഒന്നിച്ചു തന്നെയാണ്. അത് നിങ്ങളിത് നടത്തുന്നത് നടന്നോട്ടെ, അത് ഞങ്ങളിത് നടത്തും എന്നുള്ളതല്ല. നിങ്ങൾ 2020 നടത്താൻ പോകുന്ന ഈ ഒരു പരിപാടി, ആ ഒരു സംഗമം, അത് തീർച്ചയായിട്ടും ശബരിമലയ്ക്ക് വിരുദ്ധമാകും, ഹൈന്ദവരെ ചോദ്യം ചെയ്യുന്നതാകും, അല്ലെങ്കിൽ ആചാരലംഘനത്തിൽ വരെ എത്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ചരിത്രം അതാണ്. അല്ലാതെ ചരിത്രം നിങ്ങൾക്ക് ഇന്ന് വരെ ഇല്ല. ഇത് തട്ടിപ്പാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് അനുവദിക്കാൻ സാധിക്കില്ല. അത് വേറൊരു വിഷയമാണ്. പക്ഷേ 22-ന് നമ്മൾ ചെയ്യുന്നത്, നിങ്ങൾ 20-ാം തീയതി ചെയ്യുന്നത് കണ്ടിട്ട് വേണം ഞങ്ങൾ 22-ാം തീയതി എന്തൊക്കെ നടപടി വേണം തീരുമാനിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ സംഗമം. അത് നിങ്ങളെ പേര് തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ശബരിമല സംരക്ഷണ സംഗമമാണ് നമ്മൾ നടത്തുന്നത്. ശബരിമലയെ സംരക്ഷിക്കാനായിട്ട് അവിടെ പ്രതിജ്ഞ എടുത്താണ് നമ്മൾ പിരിയാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ സംഗമം ഇപ്പോൾ നമ്മുടെ ഇതുവരെ മുമ്പോട്ട് പോയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് പലതിനും ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട്. സുപ്രീം കോടതി സമർപ്പിച്ച സത്യവാങ്മൂലം തിരുത്താത്തതിൻ്റെ പേരിൽ നിങ്ങൾ പല കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ നിർദ്ദേശം സ്വീകരിക്കും, ഉപദേശം സ്വീകരിക്കും, ലീഗൽ അഡ്വൈസ് എടുക്കും. അത് കഴിഞ്ഞത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഇതാരാണ് നടത്തുന്നത് പോലും ഇപ്പോൾ സംശയം വരികയാണ്. ആർക്കും നോക്കുന്നത് ആർക്കും ഒരു എന്താ പറഞ്ഞാൽ അച്ഛനും അമ്മയില്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ച പോലെ ആയിപ്പോയി ഇപ്പോൾ അയ്യപ്പ സംഘം ഈ സർക്കാർ നടത്തുന്നത്.
നിങ്ങൾക്ക് ആരാ പൈസ ചിലവാക്കുന്ന അറിയില്ല, പിന്നെ എന്ത് സംഘമാണ് നിങ്ങൾ നടത്തുന്നത്? ഇതിന് ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിൻ്റെ സാമ്പത്തിക സമാധാനം എങ്ങനെ നടത്തും? സ്പോൺസർഷിപ്പ്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്ര നാൾ ഇതിനു വേണ്ടി ചെലവഴിച്ച പൈസ ആരുടെയായിരുന്നു? സ്പോൺസറായിരുന്നോ? നിങ്ങൾക്കൊന്ന് തെളിയിക്കാൻ പറ്റുമോ? ഈ സർക്കാർ സംവിധാനങ്ങളും സർക്കാർ മിഷനറിയും മന്ത്രിമാരും ഇതിനുവേണ്ടി ഉപയോഗിച്ച എത്രത്തോളം പണമാണ്? ഇവരെല്ലാം വിളിച്ചുകൂട്ടി സ്വാഗത സംഘം രൂപീകരിച്ചതും അതിന് നടന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇവർ യാത്ര ചെയ്ത് മറ്റ് മന്ത്രിമാരെ സ്വീകരിക്കാൻ പോയതും എന്തെല്ലാം ചിലവുകളാണ്. ഇപ്പോൾ ഹോട്ടലിൽ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോട്ടയത്തും ആലപ്പുഴയിലും കുമരകത്തും എല്ലാമുള്ള 3 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലുകളും എല്ലാം ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ താമസിപ്പിക്കാനായിട്ട്. VIP-കളെ സ്വീകരിച്ച് കൊണ്ടുവരുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. പിന്നെ മറ്റൊരു വളരെ വിചിത്രമായ കാര്യമാണ് ഇവർ പറയുന്നത്, ഈ സംഗമത്തോടുകൂടി ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞതാണ്. മന്ത്രി തന്നെ പറഞ്ഞ് ഞാൻ കേട്ടു. അതായത് ശബരിമലയുടെ ഖ്യാതി ലോകമെമ്പാടും എത്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങളാണോ ശബരിമലയുടെ ഖ്യാതി ലോകമെമ്പാടും എത്തിച്ചത്? എന്ത് അനാവശ്യമാണ് ഈ പറയുന്നത്? ധാരണയാണ് നിങ്ങൾ ഈ പറയുന്നത്. ഈ ലോകം മുഴുവൻ ഖ്യാതിയുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കാട്ടും ഖ്യാതിയുള്ളതാണ് ഈ അയ്യപ്പൻ. ഈ ലോകമെമ്പാടും എല്ലാ രാജ്യങ്ങളും 168 രാജ്യങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുണ്ട്. 5 കോടിയോളം അയ്യപ്പ ഭക്തന്മാരുണ്ട്. കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പല ഇരട്ടിയാണത്. എന്നിട്ട് നിങ്ങളാണ് പറയുന്നത് അയ്യപ്പൻ്റെ ഖ്യാതി. ഈ നിങ്ങളുടെ ഖ്യാതി വർദ്ധിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. എല്ലാ കാര്യത്തിനും ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് കയറി ചവിട്ടാൻ നിങ്ങൾ വിചാരിക്കരുത്. ആ കാലം കഴിഞ്ഞു. എന്ത് വില കൊടുത്തും ഇത്തരത്തിലുള്ള കാര്യം ഞങ്ങൾ തടയുമെന്നുള്ള യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്നത്തെ സ്ഥിതി, ഈ കോടതി തന്നെ പറഞ്ഞ കാര്യത്തിന് ഉത്തരവില്ല. ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകും. പക്ഷേ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഇപ്പോൾ 20-ാം തീയതി നിങ്ങൾ ഇവിടെ ഭരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ശക്തിയുണ്ട്. നിങ്ങൾ ആ ശക്തി ഉപയോഗിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ തടയുകയും അതുപോലെ നിങ്ങളുടെ മറ്റ് ചില സൗകര്യങ്ങളൊക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ടാവും. ഭരിക്കുന്ന സർക്കാർ എന്ന നിലയിൽ പല സൗകര്യങ്ങളും മറ്റു പലരും കൊടുത്തുകൊണ്ട് അവരെയൊക്കെ നിങ്ങളുടെ കൂടെ കൂട്ടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. എത്ര നാൾ ഇതധികം നീണ്ടുപോയില്ല. അതുകൊണ്ട് എന്നും ഇത്തരത്തിൽ മുന്നോട്ട് പോകാമെന്ന് ധരിക്കരുത്. കാരണം ഇത് ചെറിയ കാര്യമല്ല. ഈ ഭക്തജനങ്ങളുടെ മനസ്സിൽ തീ കോരിയിട്ട ഒരു സർക്കാരാണിത്. 2018 19 കാലത്ത് നടന്ന പ്രക്ഷോഭത്തിൽ എത്ര പേരാണ് നിങ്ങൾ അടിച്ച് ഇല്ലാതാക്കി? എത്ര പേരുടെ ജോലി പോയി? എത്ര പേര് നിരപരാധികള? ഏതാണ്ട് 5-6 കോടി രൂപയോളമാണ് ഇന്ന് ഈ ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്നും കോടതി വ്യവഹാരത്തിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. അറിയാമോ നിങ്ങൾക്ക്? എത്ര പേര് പീഡനം കൊണ്ട്? 5 പേരാണ് മരിച്ചത്. ഈ പന്തളത്ത് നടന്ന നാമജപ യാത്രയിൽ CPM-ൻ്റെ ഓഫീസിൻ്റെ മേളിൽ നിന്നൊരു കല്ല് താഴെയിട്ട് ചന്ദ്രൻ ഉണ്ണിത്താനെ കൊന്നത് നിങ്ങളാണ്. അതിന് നിങ്ങൾ ഉത്തരം പറയൂ ആദ്യം. അതുകൊണ്ട് പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. എന്തും വന്നിരുന്ന് പറയാൻ പാടില്ല. നിങ്ങൾ ഈ ചന്ദ്രൻ ഉണ്ണിത്താൻ്റെ ജീവന് നിങ്ങൾ എന്ത് വില കൊടുക്കും? ആരോട് ഉത്തരം പറയും? ഇന്നും ആ കേസ് നടക്കുന്നില്ലേ? എത്ര പ്രതികൾ വേറെ കേസുണ്ട്? എന്നിട്ട് നിങ്ങൾ മാന്യത ചവയ്യാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദയെങ്കിൽ മര്യാദ കേടൽ മര്യാദ കേട്. പക്ഷേ ഹിന്ദുവിൻ്റെ നെഞ്ചത്ത് നിങ്ങൾ ഇനി ചവിട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം ഇത് വളരെയധികം വേദനയോടുകൂടി ഞാൻ പറയുന്നത്. 5 സഹോദരങ്ങളാണ് 2018-19 നമുക്ക് നഷ്ടപ്പെട്ടത്. ഇവർ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് വീണ്ടും ഇത്തരം കാര്യം ആവർത്തിക്കാനും അത്തരത്തിൽ വഞ്ചന ചെയ്ത് സമൂഹത്തെ ചേർത്ത് നിർത്താനെന്നുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് അതിൽ നിന്ന് സാമ്പത്തിക സമാഹരണം നടത്തി ക്ഷേത്രത്തിന് വേണ്ടിയിട്ടെന്ന തരത്തിൽ അവർ എന്തൊക്കെയോ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്നു. അതിനുവേണ്ടി പണം സമാഹരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് വളരെ കടന്ന കൈയായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത്തരത്തിലുള്ള കാര്യം ചെയ്യുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ അഭ്യർത്ഥനയാണ് ഈ സർക്കാരിനോടും ഈ മാർക്സിസ്റ്റ് പാർട്ടിയോടും. ദയവ് ചെയ്ത് ഇവിടുത്തെ ഹിന്ദുക്കളെ വെറുതെ വിടൂ. ദയവ് ചെയ്ത് ഹിന്ദു ക്ഷേത്രങ്ങളെ വെറുതെ വിടൂ. അത് നിങ്ങൾക്ക് സംരക്ഷിക്കാനാകുന്നില്ലെങ്കിൽ അത് ഹിന്ദുക്കളെ ഏൽപ്പിക്കൂ. ഹിന്ദു ക്ഷേത്രങ്ങളുടെ ചെലവ് നിങ്ങൾക്ക് വഹിക്കാനാകുന്നില്ല, അതിനുവേണ്ടി സ്പോൺസർഷിപ്പ് നടത്തണം, വിദേശികളെ കൊണ്ടുവന്ന് അവിടെ പണം സമാഹരിക്കണം എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങളത് വിടൂ. ഹിന്ദുക്കൾ അവരുടെ ക്ഷേത്രം നോക്കാൻ തൽപരരാണ്. 1949 മുൻപ് എങ്ങനെയാണ് സംഭവിച്ചത്? ഈ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നിലനിന്ന ക്ഷേത്രങ്ങൾ ഹിന്ദു അല്ലാതെ ദേവസ്വം ബോർഡല്ല എന്നെ സംരക്ഷിച്ച് പോന്നിരുന്നത്. അതുകൊണ്ട് ആ സംരക്ഷണം തുടർന്നും നടക്കണമെന്നുള്ളത് കൊണ്ടാണ് മഹാരാജാവ് കൺവെന്റിൽ ഈ ഒരു പ്രൊവിഷൻ ഇട്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന അതിരുണ്ട്. ഇവിടെ ഹിന്ദുക്കൾ പൊട്ടന്മാരല്ല എന്ന് ഞാൻ തുറന്നു പറയുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം അവസാനിപ്പിച്ച് നല്ല രീതിയിൽ ഈ ജനങ്ങളോടൊപ്പം നിന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. അതുകൊണ്ട് ഇത്തരത്തിൽ ഹിന്ദുവിനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ജയേന്ദ്രൻ, ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും സുതാര്യത ഉറപ്പുവരുത്തണ്ടേ? പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സംഗമം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്കിലും അതിന് സർക്കാർ തയ്യാറാകുമോ? കോടതിയുടെ സംശയങ്ങൾ ദൂരീകരിക്കുമോ? എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക?
അല്ല അനിൽ നമ്പ്യാർ, ഞാൻ ആലോചിക്കുകയായിരുന്നു, പിന്നെ ഇപ്പോൾ എന്തൊക്കെയാണ് ഈ ചർച്ചയിൽ പറയുന്നത്. ഇപ്പോൾ SDR കുമാർ തന്നെ എന്താണ് പറഞ്ഞത്, ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ. ഞാൻ എന്തെങ്കിലും മര്യാദയോട് പറഞ്ഞതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഈ നിങ്ങൾക്ക്, അതായത് BJPയുടെയും RSSൻ്റെയും ഒക്കെയുള്ള ആശയങ്ങൾക്ക് അപ്പർ ഹാൻഡുള്ള ഒരു ചാനലാണ് ജനമെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ നിങ്ങളുടെ ആശയഗതികൾക്കും അപ്പർ ഹാൻഡ് കിട്ടും. അതുകൊണ്ട് എന്തും പറയാമെന്ന് വിചാരിക്കരുത്. എന്തൊക്കെയാണ് പറയുന്നത്? വേറൊരാളാണെങ്കിൽ തികഞ്ഞ പരിഹാസവും പുച്ഛവുമാണ് പുറപ്പെടുവിക്കുന്നത്. എനിക്ക് എൻ്റെ അകത്തൊന്നും അത്ഭുതമേ ഇല്ല. ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് നിങ്ങളും നിങ്ങളടങ്ങുന്ന ചില വിഭാഗങ്ങളും മാത്രമാണ്, തെറ്റിദ്ധാരണയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് മാത്രമേ അറിയാത്തതുള്ളൂ. അതും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. അപ്പോൾ കാര്യങ്ങളെ സഹിഷ്ണുതയോടെ കാണാനും ക്ഷമയോടെ സംസാരിക്കാനുള്ള ഒരു ഉത്തരവാദിത്തമാണല്ലോ സാധാരണ ഇത്തരം ഡിബേറ്റുകൾ എല്ലാവരും പ്രകടിപ്പിക്കുക. ഡിബേറ്റുകളിലെങ്കിലും, പുറത്തങ്ങനെ അല്ലെങ്കിലും. പക്ഷെ അവിടവും വിട്ട് ഡിബേറ്റുകളിലും കെട്ടഴിച്ചു വിട്ട കുതിരയെ പോലെ രീതിയാണ് കാണിക്കുന്നത്. ജയചന്ദ്രൻ, താങ്കൾ ഉത്തരവാദിത്വത്തെ കുറിച്ച് പറഞ്ഞു. ആ ഉത്തരവാദിത്വം കാണിക്കേണ്ട അല്ല, ദേവസ്വം ബോർഡിനെ ഞാൻ സർക്കാരും അല്ല, ദേവസ്വം ബോർഡും അല്ല. ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാനും ഉല്ലാസ് ബാബുവും പ്രതിനിധി എന്ന നിലയിലാണ് താങ്കളോട് പ്രതികരിച്ചത്. അല്ലാതെ M ജയചന്ദ്രൻ എന്ന വ്യക്തിയോടുള്ള വിരോധം അല്ല ഇവിടെ പറഞ്ഞത്. താങ്കൾ ആ സംവിധാനങ്ങളുടെ പ്രതിനിധി, റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിലാണ് താങ്കൾക്ക് മറുപടി നൽകിയത്. അല്ലാതെ അതേന്നെ, ഞാൻ അങ്ങനെ തന്നെ ധരിക്കുന്നുള്ളൂ. അതിന് തന്നെയാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് മറുപടി. അല്ലാതെ എന്നെ വ്യക്തിപരമായി അവർ വിമർശിച്ച് ആക്രമിക്കുന്നുള്ള യാതൊരു തെറ്റിദ്ധാരണയും ചിന്താഗതിയില്ല. ഇല്ല 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 അങ്ങനെ ധാരിക്കുന്നില്ല ഞാൻ, തീർച്ചയായിട്ടും ഇല്ല സർ. അതേന്നെ, ഞാൻ അങ്ങനെ ധരിച്ചിട്ടുമില്ല. ഞാൻ പറയുന്നത് അത് നിങ്ങളുടെ ആശയഗതിയെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ താങ്കൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തുമ്പോൾ പറഞ്ഞത് 49 മുമ്പുള്ള കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഈ മറ്റേ പൊളിറ്റിസൈസ് ചെയ്ത വർത്തമാനങ്ങളിലേക്ക് ദയവായി ഞാൻ വരുന്നില്ല. അത് എനിക്ക് അത്തരം താല്പര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ വസ്തുതകളിലേക്ക് മാത്രമേ സംസാരിക്കുള്ളൂ ഏത് ചർച്ചയിലും. അതെല്ലാം പേർക്ക് അറിയുകയും ചെയ്യാം. പിന്നെ ഈ 1921 പിന്നെ രാജഭരണ കാലത്ത് അതുവരെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിരുന്നു അമ്പലങ്ങളും അതിൻ്റെ വരുമാനങ്ങളുമെല്ലാം. 21 ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്നത് തന്നെ. പിന്നെ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി അത് സ്വാതന്ത്ര്യാനന്തരം 49 കവനൻറ്റിലേക്ക് മാറുന്നു. ആ കവനൻറ്റിൽ 38ഓളം കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അത് രേഖപ്പെടുത്തി പറയുന്നു. അത് മഹാരാജാവിൻ്റെ ആ പ്രൊക്ലമേഷൻ ഉണ്ട്, ദേവസ്വം പ്രൊക്ലമേഷൻ. അതിൽ പറയുന്ന പ്രധാനപ്പെട്ടൊരു സംഗതി എന്താണെന്നറിയാമോ? ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, അതുകൊണ്ട് എനിക്ക് ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും അറിയാം. പക്ഷെ മറ്റ് ഇതര മതസ്ഥരുടെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ല. അതുകൊണ്ട് അവരെ ഈ കാര്യത്തിൽ ഇതിൻ്റെ ഭാഗമാക്കുന്നതിന് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ടുമില്ല. വളരെ വിശാലമായ പലപ്പോഴും ചർച്ച ചെയ്യുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് പിന്നെ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാലയങ്ങളിൽ ഇടപെടാത്തത്? അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു, മഹാരാജാവ് പറഞ്ഞ, ഞാൻ പറഞ്ഞല്ല കേട്ടോ, എഴുതി വെച്ചിട്ടുള്ള ദേവസ്വം പ്രൊക്ലമേഷനിൽ. അപ്പോൾ ആ ഒരു വലിയ പിന്നെ അതൊരു ലെഗസിയാണ്. ആ ലെഗസിയാണ് പിന്തുടർന്ന് പോരുന്ന ദേവസ്വം ബോർഡും. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് പാപ്പരായിരുന്നു. ഈ പാപ്പരായ ദേവസ്വം ബോർഡിനെ ഉയർത്തിക്കൊണ്ടുവന്ന മഹാരഥന്മാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് എൽ നമ്പ്യാർ. അത് നമ്മൾ ആ ചരിത്രം നോക്കിയാൽ ആർക്കും അനായാസം പഠിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പ്രാക്കുളം ഭാഷയ്ക്ക് പിന്നാലെ N മാധവൻ നായരാണ് വന്നത്. മാധവൻ നായർക്ക് പിന്നാലെ ഉപജാതക്കുറിപ്പ് വന്നു, പിന്നെ GP മംഗലത്ത് മഠം വന്നു, അഡ്വക്കേറ്റ് ഭാസ്കരൻ നായർ വന്നു. പ്രഗത്ഭമതികൾ അവരുണ്ടാക്കിയ അവിശ്വാസികളെ കുത്തിത്തിരികിയ ദേവസ്വം ബോർഡ് എന്തിനാണ് വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കൂ? ക്ഷേത്രങ്ങൾ അവർ ഭംഗിയായി നടത്തിക്കൊള്ളും. നിങ്ങൾ ഇത്രയും ത്യാഗമൊന്നും സഹിക്കേണ്ട കാര്യമില്ല. ദേവസ്വം സഹിക്കേണ്ട കാര്യമില്ല. അല്ല, ജസ്റ്റിസ് പരിപൂർണൻ സ്വാമി താങ്കളി പറഞ്ഞ അനിലമ്പ്യാർ താങ്കളി പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റിസ് പരിപൂർണൻ സ്വാമി 1992 പിന്നെ ഒരു സ്വമേധയാ എടുത്തൊരു കേസിലാണ് കേട്ടോ. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ആ വർഷം തന്നെ ശബരിമല വരുന്നുണ്ട്. ഞാൻ ചെറിയൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കുന്നതേ ഉള്ളൂ. ആ വർഷം ശബരിമല വരുമ്പോൾ പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുകയാണ്. പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുമ്പോൾ അതെ, അപ്പോൾ ഒരു മന്ത്രം തെറ്റായി മേൽശാന്തി ചൊല്ലുന്നു. അപ്പം പിന്നെ ആ പാടെ പരിഭ്രമമായി കുറച്ചുപോയി. 6 അടി പൊക്കമുള്ള മനുഷ്യനാണല്ലോ പരിപൂർണ്ണ സ്വാമി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ചെല്ലണം എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള മഹാരഥന്മാരുടെ ഒരു നീണ്ട ചരിത്രമുണ്ട്. അവിടെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇത് നടത്തുന്നത്. സർക്കാരല്ല,
ദേവസ്വം ബോർഡാണ് നടത്തുന്നത്. ദേവസ്വം ബോർഡ് അതിന് നടത്താൻ അധികാരമുണ്ടോ എന്ന് താങ്കൾക്ക് തർക്കമില്ല. കാരണം താങ്കൾ ഇപ്പോഴും പറയുന്നത് ദേവസ്വം ബോർഡ് നടത്തണ്ടെന്നേ, വിശ്വാസികൾ നടത്തും. ഈ വിശ്വാസത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയൊക്കെ അതിർവരമ്പ് എവിടെ നിൽക്കുന്നു എന്നുള്ളത് വേറൊരു തർക്ക വിഷയമാണ്, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വലിയൊരു വിഷയമാണല്ലോ. അതാ ഞാൻ പറഞ്ഞത്, താങ്കൾക്കും താങ്കളുടെ ചുറ്റും നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ വിശ്വാസം എന്നുള്ള നിലയിൽ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ ഒരുപാട് വിശ്വാസികൾ ചുറ്റുപാടുമുണ്ട്. ബഹുജനങ്ങൾ പല വിശ്വാസികളുമാണ്. രീതികളിൽ നിന്ന് അത് വായിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ പക്ഷം കോടതിയെങ്കിലും ബോധ്യപ്പെടുത്തുക. എന്തിനാണ് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം സെപ്റ്റംബർ 20 പമ്പ മണപ്പുറത്ത് സംഘടിപ്പിക്കുന്നത് എന്ന് ഏറ്റവും ചുരുങ്ങിയ പക്ഷം കോടതിയെങ്കിലും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ കോടതി ഉന്നയിച്ച സംശയങ്ങൾ ഓരോ വിശ്വാസിയുടെയും മനസ്സിലുണ്ടാവും എന്ന് പറഞ്ഞു വെക്കേണ്ട. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.